പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. റിബണ് പല സൈസിലുണ്ടല്ലോ, സാറ്റിൻ റിബൺ പല സൈസിലെ ഉണ്ട്. ഇതുണ്ട്, ഇത് തീരെ ചെറിയ റിബണാ. ഇത് വലിപ്പം കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു 3 മില്ലിമീറ്റർ അങ്ങനെയായിട്ടൊക്കെ വരുള്ളൂ. ഇത് തീരെ ചെറുതാണ്. ഇത് 5 മില്ലിമീറ്ററിന്റെ, 1/2 സെന്റിമീറ്ററിന്റെ ഗ്രീന്. ഇതിലും വലുതുണ്ട്. കുറച്ചും കൂടെ വലുത്. ഇതിലും വലുതുണ്ട്. ഇത് 1 സെന്റിമീറ്ററിന് വരും, കൂടുതൽ വരും. അതിൽ കൂടുതലുള്ള വലിയ റിബണും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ തൽക്കാലം ഈ അളവിലുള്ള റിബണേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം സാരിയില് ചുരിദാറിലൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ ചെറിയ റിബണേ ആവശ്യമുള്ളൂ അത്യാവശ്യം. പിന്നെ അല്ലാതെ പിക്ചർ ഫ്രെയിം ഒക്കെ ചെയ്ത് വെക്കുന്ന പോലെ അങ്ങനെ വോൾ ഹാങ്ങിങ് പോലെ ചെയ്യാനാണെങ്കിൽ വലിയ റിബണാണ് നല്ലത്. ഈ സ്റ്റിച്ചൊക്കെ വലിയ പൂക്കൾ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ടൈപ്പ് പൂക്കളാണിത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സ്റ്റിച്ചേ ഉള്ളൂ, സാധാരണ സ്റ്റിച്ചൊക്കെ തന്നെയാണ്. പിന്നെ റിബൺ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ എംബ്രോയിഡറി റിംഗ് ഉണ്ടോ എല്ലാവരുടെയിലും? എംബ്രോയിഡറി റിംഗ് ഉണ്ടെങ്കിൽ സൗകര്യമാണ്, ഇതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാമേ. അത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ചെറിയ സ്പോട്ട് കാണാമോ ഇതിനകത്ത് ഇട്ടേക്കുന്നത്? വെറുതെ ഒരു റൗണ്ട് ചെയ്തിട്ട് 5 കുത്തങ്ങിട്ട് വെച്ചെന്നേ ഉള്ളൂ. റൗണ്ടായിട്ട് വരയ്ക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പൂ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് കാണും. മറ്റേ പോലെ എംബ്രോയിഡറി പോലെ ഫുള്ള് തയ്ക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടി ഞാന്, കാണാവോ? കാണാം. ഒരെണ്ണത്തിനകത്ത്, രണ്ടും ഞാൻ ഒരേപോലെ ഇട്ടേക്കുന്നേ. ഒരെണ്ണത്തിനകത്ത് 5 ഡോട്ട്സേ ഇട്ടിട്ടുള്ളൂ, മറ്റേതിനകത്ത് 5 വരയാ ഇട്ടേക്കുന്നത്, ചെറിയ വര. അതങ്ങനെ തന്നെ വേണേ. അപ്പൊ ഈ തുണി ഒന്ന് എംബ്രോയിഡറി റിങ്ങിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അത് രണ്ടൊന്ന് വരയ്ക്കാവൂ. ജസ്റ്റ് ഡോട്ട് ഇട്ടാ മതി. നടുക്കൊരു ഡോട്ടും, പിന്നെ ഏകദേശം ഒരേ അകലത്തിൽ വരത്തൊക്കെ 5 ഡോട്ടും ഇടുക. മറ്റേതിനകത്ത് സൈഡിലുള്ള ചുറ്റുമുള്ള ഡോട്ടിന് പകരം ചെറിയ വരകൾ. വരച്ചില്ലേലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏകദേശം കറക്റ്റ് വരട്ടെന്ന് വിചാരിച്ചാണ്. ഒരു കുപ്പിയുടെ അടപ്പ് വല്ല ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ഡോട്ട് ഇട്ടാലും മതി, ചെറിയത് വല്ലതും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ വെറുതെ ഇട്ടാലും മതി. ചുമ്മാ ശരിക്കും ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. റിങ് ഫിക്സ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അത് പ്രത്യേകം പറയണ്ടല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ, മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ആ ഡോട്ടിന്റെ ഒന്നുകൂടെ കാണിച്ചു വെച്ചമ്മേ. കാണാവോ? 5 എണ്ണം അല്ലേ? അല്ലാതുള്ള വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. ഈ ലൈറ്റേലാകുമ്പോ 5 എണ്ണം. നടുക്കൊരെണ്ണം, സെന്ററിൽ ഒരെണ്ണം തന്നെ, ചുറ്റുപാടും ആയിട്ട് 5 എണ്ണം. ഒരു ഡിസൈനകത്ത് ചെറിയ വരകളായിട്ട് ആ ചുറ്റുമുള്ള ഡോട്ട്സ് ഇടുക. നടുക്ക് വേണമെന്നില്ല അല്ലേ? നടുക്ക് കിട്ടോ. കാരണം നമ്മള് സൂചി എടുക്കുന്നത് എപ്പോഴും ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കും. എന്നാൽ ഏകദേശം ഒരു ഇത് വരത്തുള്ളൂ, ഒരേ അളവിൽ വരത്തുള്ളൂ. റിബൺ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തറിയുകയും ചെയ്യാം അതിന്റെ വ്യത്യാസം വന്നാല്. കൊച്ചമ്മ അത്രയും ചെറിയ റിബൺ കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഈ തുണിയെ കൂടെ ഇറങ്ങുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഏത് വെച്ചാണേലും ചെയ്യാം. നമ്മൾ കയ്യിലിരിക്കുന്ന തുണിയില് അത് ഇറങ്ങുമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഈ കാണിച്ച വലുതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഒരു കർച്ചീഫാണ്. അപ്പൊ ആ കർച്ചീഫിൽ ഈ റിബൺ ഇറങ്ങത്തില്ല. നമ്മുടെ സാധാരണ ഈ ചെയർ ബാക്കിനൊക്കെ ഉപയോഗിക്കത്തില്ല ഒരു തുണി, അതിന്റെ പേര് ഞാൻ മറന്നു വരും, കണ്ണിയകലമുള്ള ക്രോസ് സ്റ്റിച്ച് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ്, അവത്തേലാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ റിബൺ ആണെങ്കിലേ തുണിയെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. തീരെ ചെറുതല്ല, ഒരു 1/2 സെന്റിമീറ്ററിന്റെ ഒക്കെ നന്നായിട്ട് ഇറങ്ങും.
സൂചി കിട്ടിയായിരുന്നോ? കണ്ണ് വലിപ്പമുള്ള കിട്ടി കിട്ടി. ഇത് ഇതിന്റെ ടേപ്പസ്ട്രി നീഡിലാണേലും മതി. അതായത് സാധാരണ ഉപയോഗിക്കുന്നത് അറ്റം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ടൈപ്പിലെ. ഇപ്പൊ ഞാൻ അല്ലാത്തത് എടുത്തേക്കുന്നേ. കുറച്ച് ഒരുവിധം നീളത്തില് റബണിഷ് മുറിച്ചേരെ. ഏതാന്ന് കയ്യിലുള്ള ഏതാന്നേലും. നമ്മളെ ആ കത്രിക എടുത്തരെ. ചെറുത് കത്രിക ചെറുത് ഇങ്ങോട്ട് മെഷീനെ എടുത്തു. ഇതിന് ഈ റിബണിന് നൂലിന്റെ അറ്റം കെട്ടിടുന്ന പോലെയല്ല. ഇത് ചെറുതായിട്ട് അറ്റം ഒന്ന് മടക്കുക, ചെറിയതായിട്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. മടക്കിയിട്ട് സൂചി കൊണ്ട് അതിനകത്തൂടെ ഒരു സ്റ്റിച്ച് ഇടുക, വലിക്കുക. ഇതാണ് റിബണിനിടുന്ന കെട്ട്. കാണാമല്ലോ. അറ്റം ചെറുതായിട്ടൊന്ന് മടക്കുക, 1 2 മടക്കാം. ചെറുതായിട്ട് മടക്കുക. എന്നിട്ട് അതിനകത്തൂടെ സൂചി കയറ്റി വലിച്ചെടുക്കുക. ഒന്നുകൂടെ കാണിക്കണോ? ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് വെച്ച കാണാമല്ലോ അല്ലെ? വളരെ ചെറിയതായിട്ടൊന്ന് മടക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ മടക്കാം, കുഴപ്പമില്ല. ഒത്തിരി കട്ടിയായി പോയിരുന്നാ മതി. ഇതിനകത്തൂടെ രണ്ടിന്റെ അകത്തൂടെ ഈ മടക്കിനകത്തൂടെ സൂചി കയറ്റി വിടുക. ഈ ഒരേ റിബൺ കൊണ്ട് തന്നെ ആദ്യം ഫുൾ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്തൂടെയും വേണമെങ്കിൽ ഒരു ഇത് കെട്ടിട്ടങ്ങ് ഉറപ്പിക്കാം. ആദ്യം ഈ വശം ഇവിടെ വിട്ട് ഒന്നുകൂടെ സൂചി കയറ്റി വിട്ടാല് ഇവിടെ അങ്ങ് ഉറച്ചിരിക്കത്തക്കോണം ചെയ്യാം വേണമെങ്കിൽ. അപ്പൊ എപ്പോഴും ഊരി പോരാതിരിക്കും അത്. ഇതിപ്പോ നമ്മൾ പല എടുക്കേണ്ടി വരും. ഞാനിപ്പം പലത് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടാഞ്ഞത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി നീളത്തെയും കിട്ടാ മതി. ഒരു ഇത് മതിയേ, രണ്ടായിട്ട് എടുക്കല്ലേ, ഒറ്റ ഒരു വള്ളിയായിട്ട്. എടുത്തോ? സാധാരണ എംബ്രോയിഡറി ചെയ്യുന്ന പോലെ തന്നെ നല്ലതായിട്ട് വലിഞ്ഞു നിൽക്കത്തക്കോണം ചെയ്യുക. തുണി നല്ല സൈഡിൽ നിന്ന് വലിച്ചു മുറുക്കി ടൈറ്റ് ആയിട്ട് നിൽക്കത്തക്കോണം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ ലേസി ഡേസി സ്റ്റിച്ച് ആണേ. എംബ്രോയിഡറി അറിയാവുന്നവർക്ക് ഒക്കെ അറിയാവുന്നതാണല്ലോ ലേസി ഡേസി സ്റ്റിച്ച്. ചുറ്റും ഡോട്ട്സ് മാത്രമുള്ളത് ആദ്യം ചെയ്യാമേ. ആദ്യം നടുക്കുള്ള നടുക്കത്തെ സ്പോട്ടിൽ നിന്ന് സെന്ററിലുള്ള പോയിന്റിൽ കൂടെ വലിച്ചെടുക്കുക.
ഇപ്പോഴാണോ കാണാവുന്നത്? മുമ്പേ ആയിരുന്നോ ഡോട്ട്സ് കാണാവുന്നേ? ഇപ്പൊ കാണുന്നത്. നേരത്തെ ആയിരുന്നു. ഓക്കെ. സാധാരണ ചെയ്യുന്ന പോലെ അതേ സ്പോട്ടിന്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ സെന്ററിൽ നിന്നല്ലേ കുത്തിയെടുത്ത സൂചി, സെന്ററിന്റെ ആ തൊട്ടടുത്ത ഒരു സ്പോട്ടിൽ നിന്ന് സൈഡിലുള്ള ഒരു ഡോട്ടിലോട്ട് കുത്തിയെടുക്കുക. ഇവിടുന്ന് നമ്മൾ കുത്തിയെടുത്തത്, ആദ്യം അടിയിൽ നിന്ന് കുത്തിയെടുത്തത്, അതിന്റെ തൊട്ടടുത്തു നിന്നായിട്ട് ചുറ്റിലുമുള്ള ഡോട്ട്സിൽ ഒന്നിലോട്ട് കുത്തുക. എന്നിട്ട് സൂചിയുടെ പുറകിൽ കൂടെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിനൊക്കെ ചെയ്യുന്ന പോലെ എടുക്കുക, വലിച്ചെടുക്കുക. ഇത്രയും കണ്ടല്ലോ, കാണാമോ? ഇനിയും ഈ റിബണിന്റെ തൊട്ട് പുറകിൽ തന്നെ കുത്തിയിറക്കുക, ഈ മേൾവശത്ത് ഇവിടെ. അപ്പൊ അതവിടെ ലോക്കായി ആ റിബൺ. സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്യുന്ന ആരിലോട്ട് ആ ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ്, അത് തന്നെ ബാക്കി ചെയ്തോ. ഒന്നുകൂടെ കാണിക്കാമേ. ഇന്ന് നടുക്കൂന്ന് വീണ്ടും നടുക്ക് കൊണ്ടുവരിക സൂചി. വലിച്ചെടുക്കുക. അതിന്റെ തൊട്ടടുത്തുനിന്ന് അടുത്ത പോയിന്റിലേക്ക് കുത്തുക. നമ്മുടെ ഇടത്തൂന്ന് അപ്പുറത്തോട്ട് ഇടുക റിബൺ. ഇടതുവശത്തൂന്ന് പൂക്കിലക്കാണിയൊക്കെ ചെയ്യാൻ ആദ്യം എടുക്കുന്ന ആ ഒരു വലിച്ചെടുക്കുക. എന്നിട്ട് റിബൺ ഒന്ന് നേരെ വെക്കുക, ഏകദേശം ഒരുപോലെ വരത്തക്കമാണ്. ഈ റിബണിന് രണ്ട് സൈഡ് ഉണ്ട്, ഗ്ലേസിംഗ് ഉള്ള വശവും ഉണ്ട്, അല്ലാത്തതും ഉണ്ടല്ലോ. അപ്പൊ ആ ഗ്ലേസിംഗ് ഉള്ള വശം ശരിക്കും വരത്തക്കോണം വെക്കുക. എന്നിട്ട് ഇതിന്റെ തൊട്ട് പുറകിൽ എന്നിട്ട് ഇവിടെ ഒത്തിരി മാറരുത്. അടുത്തത് വീണ്ടും സെന്ററിൽ കുത്തുക. അടിയിൽ നിന്ന് സെന്ററിലോട്ട് കുത്തിയെടുക്കുക. തൊട്ടടുത്ത സ്പോട്ടിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുക. നമ്മുടെ ഇടതുവശത്തുനിന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ടിടുക, വലിച്ചെടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ ഇതിനകത്തൂടെ കാണിക്കുമ്പോ സെന്ററിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. അടിയിന്ന് സെന്ററില് അടിയിന്ന് സൂചി കുത്തിയെടുക്കുക. പക്ഷേ അത് എനിക്ക് ഒന്നുകൂടെ കാണിക്കണേ. കാണിക്കാം. സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കുത്തിയെടുക്കുക, മേളിലോട്ട് എടുക്കുക. സൂചി അടിയിൽ നിന്ന് മേളിലോട്ട് സെന്ററിൽ നിന്ന് എടുക്കുക. നടുക്കൂന്ന് എടുത്തു. അതിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ സൈഡിലുള്ള ഒരു പോയിന്റിലോട്ട് കുത്തുക. എന്നിട്ട് റിബൺ അതിനെ അങ്ങ് ചുറ്റുക.
സൂചി ഇങ്ങ് വലിച്ചെടുക്കുക. കൊച്ചമ്മ ആ 5 കുത്തിൽ അതുപോലെ അങ്ങ് ചെയ്താ പോരെ? അത് തന്നെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതല്ലേ ഉള്ളൂ. അല്ല അത് അത് തന്നെ ചെയ്തു അതുകൊണ്ട് സെയിം തന്നെ ചെയ്താണ്. പുറകില് നമ്മൾ സാധാരണ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചുറ്റി ഉറപ്പിക്കത്തില്ലേ, അതേ രീതിയിൽ തന്നെ ചുറ്റി ഉറപ്പിച്ചിട്ട് ഇത് വെച്ചിട്ട് ലൈറ്റർ വെച്ചിട്ടോ അല്ലാതെ ഒന്ന് ചെറുതായിട്ട് ഉരുക്കി അങ്ങോട്ടിച്ച് വെക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി റിബൺ ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഉടക്കിയാല് നൂലിങ്ങനെ വിട്ടുപോകും. ഇപ്പൊ ചെയ്യണ്ട, നമ്മള് കാര്യമായിട്ട് ചെയ്യുന്ന ഉടനെ അത് ഓർത്താ മതി. കെട്ടി ഉറപ്പിച്ചിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡോട്ട് ഇടണമെന്ന് പറഞ്ഞ് കറക്റ്റ് വരണം. എന്റെ ഇപ്പൊ ഒരെണ്ണം ചരിഞ്ഞൊക്കെ ഇരിക്കുന്നത്, ആ കറക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും. 6 എണ്ണം ഒക്കെ വെച്ചും ചെയ്യാം. 6 എണ്ണം വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ട് വരച്ചിട്ട് സ്കെയിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയിടത്തില്ലേ, അങ്ങനെ വെച്ചിട്ട് ഡോട്ട് ഇട്ടാലും മതി. ഇനി ഇതിന്റെ സെന്ററില് സെന്ററിലും യെല്ലോ കളറിലെ റിബൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുത്ത് വേണേ പിടിപ്പിക്കാം. ഞാൻ വെറുതെ ഇവിടെ ഒരു മുത്ത് പിടിപ്പിക്കുവാണേ. മുത്ത് പിടിപ്പിക്കുന്നതിന്റെ പിന്നെ കാണിക്കാം. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രം. നടുക്കൊരു മുത്ത് പിടിപ്പിക്കുക. അല്ലെങ്കിൽ മഞ്ഞ കളറിലെ നൂല് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടില്ലേ, അത് ചെയ്താലും മതി. കാണിക്കാം, അടുത്തത് വരുമ്പോ കാണിക്കാമേ ഫ്രഞ്ച് നോട്ട്. ഈ അടുത്ത സ്റ്റിച്ച് അതിപ്പോ ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതെങ്ങനെയാന്നുള്ളത്. വേറെ ഒരു കളർ നൂലെടുക്കുക. അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതായാലും നമ്മുടെ കയ്യിലിരിക്കുന്നതിനുള്ള കോൺട്രാസ്റ്റ് കളർ നൂലെടുക്കുന്നത് നമ്മൾ അതിന്. മറ്റേ 2 മെറൂണും റെഡുമേ ഉള്ളൂ, അതുകൊണ്ട് വ്യത്യാസം വലുതായിട്ട് തിരിച്ചറിയാൻ അറിയത്തില്ല. ഇതാ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാണാം, 2 കളറിലെ കണ്ടോ? ഇതാ ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇതാ ഇനി ചെയ്യാൻ പോകുന്ന ടൈപ്പ്. അത് 2 കളർ. ഇപ്പൊ എന്റെ 2 മെറൂണും റെഡും ആയതുകൊണ്ട് അത്രയ്ക്ക് തിരിച്ചറിയത്തില്ല. നമ്മൾ എടുക്കുമ്പോ വൈറ്റോ തുണിയുടെ അനുസരിച്ച്, ഇപ്പം ബ്ലാക്ക് തുണിയാണെങ്കിൽ വൈറ്റ് എടുത്താൽ അത്രയ്ക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ കോൺട്രാസ്റ്റ് ഏതെങ്കിലും കളർ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ അവിടെ യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമേ.
ഈ സ്റ്റിച്ചിന് അടുത്തതിന് നമ്മൾ ചെയ്യുന്ന സെയിം സ്റ്റിച്ച് തന്നെ, ലേസി ഡേസി സ്റ്റിച്ച് തന്നെ, പക്ഷെ വേറൊരു തരത്തിലാ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ സൈഡിൽ വരയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വരയെല്ലാം അങ്ങ് വെറുതെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ടങ്ങ് ഫില്ല് ചെയ്യും ആദ്യം. അത് വേണേ ഈ കളർ റിബൺ കൊണ്ട് തന്നെ ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ ഒന്ന് കാണിച്ചു തരാവേ. ഇവിടെ നിന്ന് എടുത്തു, ചെറിയ വര ഇടാൻ പറഞ്ഞു, സോറി. ഇത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഒരു കുത്തിയെടുക്കുക, നമ്മൾ ഇട്ട വര അങ്ങ് ചുമ്മാ തയ്ക്കുക. സാധാരണ തയ്യലുണ്ടല്ലോ, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ. ഞാൻ കാണിക്കാൻ അങ്ങനെ 5 വരെയും ഒന്ന് ചെയ്ത് വെക്കുക. ഒത്തിരി മുറുക്കല്ലേ, നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ ഇനി അടുത്ത റിബൺ എടുക്കേണ്ടത്. ഇതിപ്പോ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. വെറുതെ ആ വരയുടെ ഒരറ്റത്തുനിന്ന് കയറ്റി അടിയിൽ നിന്ന് കയറ്റി മറ്റേ അറ്റത്തോട്ട് ഇറക്കുക. 4 ചെറിയ കാണത്തില്ലേ? കാണാം. അടുത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ കളർ എടുത്തിട്ട് ഈ സെന്ററിൽ നിന്ന് കുത്തിയെടുക്കുക. മുമ്പേ ചെയ്ത് അവിടുന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് കുത്തി അപ്പുറത്തെടുക്കുമായിരുന്നു. ഇത് അതിനു പകരം ഇതിലൊരു വരയുടെ അടിയിൽ കൂടെ കണ്ടോ, എടുത്തു. വെറുതെ ആ വരയുടെ അടിയിൽ കുടുങ്ങിയെടുത്തു. ഇനി വീണ്ടും സെന്ററിൽ കുത്തുക. ഇവിടെ സെന്ററിൽ കുത്തി ഇറക്കുക. റിബൺ ഒന്ന് നേരെയാക്കാൻ നോക്കുക. വീണ്ടും നടുക്കൂന്ന് കുത്തിയെടുക്കുക. മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമായിരുന്നു, റിബൺ ഇങ്ങനെ സൂചിയുടെ പുറകെ കൂടി ഇടുമായിരുന്നു. ഇത് അതിന് പകരം ഇതിനകത്തൂടെ ഈ കൊടുത്തേക്കുന്ന സ്റ്റിച്ചിനകത്തൂടെ ചുമ്മാ ഇങ്ങനെ എടുക്കുക. കാണാവോ? ഇവിടെ കുത്തി ഇറക്കുക, ഇവിടെ കുത്തി ഇറക്കുക. വീണ്ടും നടുക്കൂടെ മേളിലോട്ട് എടുക്കുക. നടുക്കിടുമ്പോൾ ഒരു ഡോട്ടിന് വരെ ചെറിയൊരു റൗണ്ട് അങ്ങ് കൊടുത്താലും മതി. അപ്പൊ ഏകദേശം ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. വീണ്ടും അതിന് തൊട്ടടുത്തു നിന്ന് സോറി, ഇതിനകത്തൂടെ കുത്തുക. സോറി, ഇത് നല്ല കണ്ണിയകലമുള്ള തുണിയാണെങ്കിൽ ഈ അറ്റത്തൂടെ ഒരു കെട്ടിട്ടേക്കണേ. സൂചി ഇറങ്ങുന്ന ടൈപ്പ് ആണെങ്കിൽ. സാരിയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ കൂടെ ഒരു കെട്ടിടാമെങ്കിൽ ഇത് എപ്പോഴും ഊരിപ്പോയിരിക്കും, അല്ലെ ഇത് പെട്ടെന്ന് ഊരി വരും. കണ്ണ് വലുതായോണ്ട് ഇതുവഴി കുത്തിയെടുക്കുക. താഴോട്ട് ഇറക്കുക. ഒത്തിരി വലിക്കല്ലേ, ഒത്തിരി വലിച്ചാൽ അതങ്ങ് ഒത്തിരി തീരെ മുറുകിപ്പോവും. അപ്പൊ ഒരു ചെറിയ അകലം വിട്ട് വെക്കുക. വീണ്ടും നടുക്ക് തന്നെ കുത്തുക.
ഇതിനകത്തൂടെ സൂചി കയറ്റുക, വലിച്ചെടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത അതേ ഇതിലാണ് കാണാൻ പറ്റുക. പക്ഷെ ഇവിടെ നമ്മൾ സെയിം നൂല് കണ്ട് കുത്തി ഇറക്കുമായിരുന്നു. ഇവിടെ വേറൊരു കളർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. സ്റ്റിച്ചിലും ചെറിയ വ്യത്യാസമുണ്ട്. അടുക്കൂന്ന് രണ്ട് ലേസി ഡേസിയുടെ തന്നെ രണ്ട് വെറൈറ്റി ആണെന്നുള്ളതേ ഉള്ളൂ. ഒരു കുത്തിയെടുത്തു, ഇതിനകത്തൂടെ സൂചി കടത്തി വിട്ടു. അവിടെ കുത്തി ഇറക്കി അടി കെട്ടി ഉറപ്പിക്കുക. കഴിവത് നമ്മൾ സൂചി കുത്തി എടുക്കുന്ന ആ പോയിന്റിന് തൊട്ടടുത്ത് തന്നെ ഇറക്കാൻ നോക്കണേ, അല്ലെങ്കിൽ അടിയിൽ ആ വ്യത്യാസം നല്ലതായിട്ട് കാണാൻ പറ്റും അകന്നിരിക്കുന്നത്. അടുത്ത സ്റ്റിച്ച് ഇതുപോലെ തന്നെ മതി, ആ വട്ടം. പക്ഷെ ഒരു അതിലോട്ട് സെന്ററിൽ നിന്ന് നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുവാണേ. അതൊരു റോസാപ്പൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ പൂ ചെയ്യുന്നതാ. എളുപ്പമായി ചെയ്യാൻ. ആദ്യത്തെ ഒരു വലിച്ചെടുക്കുന്നതിന്റെ ഒറ്റപ്പാടേ ഉള്ളൂ. നമ്മൾ സാധാരണ ഏതെങ്കിലും എംബ്രോയിഡറി നൂല് വെച്ചിട്ട്, ഇപ്പൊ ഞാൻ ചുമ്മാ അതുപോലെ തന്നെ കുത്തിട്ടേക്കുന്നതേ ഉള്ളേ, കാണാമല്ലോ. സെന്ററിലും ചുറ്റും 5 കുത്തും കൂടെ കാണാവോ? ഓക്കെ. സൈഡിൽ നിന്ന് എവിടുന്നേലും നൂല് കുത്തിയെടുക്കുക. സൈഡിൽ നിന്ന് എടുത്തത്, സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്ന് എടുത്തു, നടുക്ക് കുത്തി, എന്നിട്ട് അടുത്ത പോയിന്റിലോട്ട് ഇറക്കുക. നടുക്കൂന്ന് സൈഡിലുള്ള ഒരു പോയിന്റിലോട്ട് എത്തുക. 4-5 സ്റ്റിച്ച് അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ഇട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ വരണം. സ്പൈഡർ വെബിന്റെ ആ ഒരു സംഭവമാണ് ചെയ്യുന്നത്. സ്പൈഡർ വെബ് സ്റ്റിച്ച് ആണിത്. സൈഡിൽ നിന്ന് നടുക്കോട്ട് അങ്ങ് കുത്തിയെടുത്തു. അതായാലും ഇച്ചിരി ഈസി അല്ലേ. 5 സ്റ്റിച്ച് വരണമെന്നുള്ളതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. ഞാൻ റിബൺ കൊണ്ട് തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
എല്ലാവർക്കും ചെയ്യാനൊത്തോ? ഒത്തൊത്ത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോ പറയണേ. ചെയ്തോ? ഇല്ല കൊച്ചമ്മ. ഇച്ചിരി ഉറച്ചു നിൽക്കുന്ന പോലെ ഒരു 5 സ്റ്റിച്ച് ഇട്ടാ മതി. ഒന്നേ സൈഡിൽ നിന്ന് കുത്തി എടുക്കാം, അല്ലെങ്കിൽ നടുക്കൂന്ന് തന്നെ എടുക്കാം, എങ്ങനെയാണേലും. സാധാരണ ഒരു അറ്റത്തുനിന്ന് കുത്തി സെന്ററിലോട്ട് എടുത്ത് അടുത്ത പോയിന്റിലോട്ട് കുത്തി ഇറക്കി അങ്ങനെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് വരും. ഇതിനകത്തൂടെ പറഞ്ഞ് കാണിച്ചു തരുമ്പോ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്തു. 5 സ്റ്റിച്ച് വരുത്തിയാൽ മതി ഇപ്പൊ തൽക്കാലം. ഇനി ചെയ്യേണ്ടത് റിബണ് നടുക്കൂന്ന് കുത്തിയെടുക്കുക. ഇനി ഈ 5 നൂലിന്റെ ഒന്നിട വിട്ട് അടിയിൽ കൂടെ ഇറക്കുക. ഒരെണ്ണത്തിന്റെ മേളിൽ കൂടെ ആണെങ്കിൽ ഒരെണ്ണത്തിന് അടിയിൽ കൂടെ, ആ രീതിയിൽ. ആദ്യത്തെ സ്റ്റിച്ച് അടിയിൽ കൂടെ തന്നെ എടുക്കണേ. തൊട്ടടുത്തുള്ള ഏതേലും ഒരു നൂലിന്റെ അടിയിൽ കൂടി എടുക്കുക. അടുത്തതിന്റെ മണ്ടേ കൂടെ കിടക്കണം നൂല്. മൂന്നാമത്തേന്റെ അതിന്റെ ഇത് അടിയിൽ കൂടെ നമ്മൾ എടുത്തു. അടുത്തതിന്റെ മണ്ടേ കൂടെ നൂല് പോണം, റിബൺ പോണം. അതിന്റെ അടുത്തതിന്റെ അടിയിൽ കൂടെ എടുക്കുക. ഒന്നിട വിട്ടുള്ള നൂലിന്റെ അടിയിൽ കൂടെ പോവുക. ഒന്ന് അടിയിൽ കൂടെ ആണെങ്കിൽ മറ്റേത് മണ്ടേ കൂടെ, അങ്ങനെ ആ രീതിയിൽ ഇതങ്ങ് ചുറ്റി ചുറ്റി ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആദ്യത്തിന്റെ മാത്രം ഒന്ന് അടിയിൽ കൂടെ എടുത്താലും കുഴപ്പമില്ല. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ഇതിപ്പോ ഞാൻ അടിയിൽ കൂടാണ് ഈ നൂലിന്റെ എടുത്തേക്കുന്നത്. അടുത്തതിന്റെ മണ്ടേ കൂടെ നൂലങ്ങ് പോവുക. ത്രെഡ് ഒന്നും ചെയ്യുന്നില്ല. അതിനടുത്ത ത്രെഡിന്റെ അടിയിൽ കൂടെ റിബൺ സൂചി വലിച്ചെടുക്കുന്നു. ഇതിന്റെ അടിയിൽ കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഇനി അടുത്തതിന്റെ മണ്ടേ കൂടെ ത്രെഡ് പോകും. അതിന്റെ തൊട്ടടുത്ത് മൂന്നാമത്തേതിന്റെ അടിയിൽ കൂടെ വീണ്ടും എടുത്തു. മതി. ഒന്നിട വിട്ടുള്ളതിന്റെ അടിയിൽ കൂടെ സൂചി കടത്തി റിബൺ വലിച്ചെടുക്കുക. ഒത്തിരി വലിച്ചു മുറുക്കണ്ടായേ. പൂച്ചിരി വിടർന്നിരിക്കുന്ന പോലുള്ള. ഇവിടെ നമ്മൾ ആ റിബൺ നേരെയാക്കാൻ നോക്കുക ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വരുന്നതാണ് ഇതിന്റെ ഭംഗി. ഇത് ചെയ്യുമ്പോ ആ റിബണിന്റെ സെയിം കളറിലുള്ള നൂല് തന്നെ വെച്ച് ചെയ്യാൻ നോക്കുക. സാരിയിലൊക്കെ ചെയ്യുമ്പോ ക്ലിയർ ആയിട്ട് കാണത്തില്ല. അന്നേരം ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് കണ്ടാലും, ആ വെള്ള നൂലൊക്കെ ആകുമ്പോ ചുമന്ന റിബണിന്റെ കൂടെയൊക്കെയോ അല്ലെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തറിയത്തില്ലേ.
ഒരു നൂലിന്റെ മുകളിൽ കൂടെ അടുത്ത നൂലിന്റെ താഴെ കൂടെ ഒരു അടുത്ത നൂലിന്റെ മുകളിൽ കൂടെ അടുത്ത നൂലിന്റെ താഴെ കൂടെ അങ്ങനെ പോയാൽ മതി. അങ്ങനെ നമ്മൾ തയ്ച്ച നൂല് കാണാതെ വരുന്നിടം വരെ ഫില്ല് ചെയ്യുക. ഇച്ചിരി വലിയ 1/2 സെന്റിമീറ്റർ നൂലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിബണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരുമേ. ഞാൻ എന്റെ ഇരിക്കുന്ന തീരെ ചെറുതാണ്. അപ്പൊ കഴിവതും ഒരേ അകലത്തിൽ ആദ്യത്തെ സ്റ്റിച്ച് ഇടാൻ നോക്കുക, ഒരേ നീളത്തിൽ. അത് കംപ്ലീറ്റ് ചെയ്ത് അടിയിൽ കെട്ടി ഉറപ്പിക്കുക. ഈസി ആയിട്ടൊരു റോസ് ചെയ്യാനുള്ള ഒരു സ്റ്റിച്ചാണിത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് റിബൺ വർക്ക് സാരി. ഇതിന്റെ ഇല ചെയ്യുന്നത് തണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് എംബ്രോയിഡറി ത്രെഡ് വെച്ച് തന്നെ ചെയ്യാം, അല്ലാന്ന് വലിയ റിബൺ ചെയ്യാം. റിബൺ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അത് ഇതൊന്ന് പിരിക്കണം. ഏറ്റവും ഈസി ഉള്ള ഞാൻ ആദ്യം കാണിക്കാമേ. റിബൺ ഇങ്ങനെ അങ്ങ് പിരിക്കുക കൈ വെച്ച്. പിരിച്ചിട്ട് നമുക്ക് എത്ര നീളമാണോ പൂറ്റ് അവിടെ വരെ വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ വരെ ഇതങ്ങ് പിടിക്കുക. കാണിക്കാം. ഇങ്ങ് പിരിച്ചെടുക്കുക. നമുക്ക് വേണ്ടുന്ന നീളം എടുക്കുക. അവിടെ കൈ പിടിച്ചോണ്ട് കാണാവോ, അവിടെ കൈ പിടിച്ചോണ്ട് അടിയിലോട്ട് കുത്തി അങ്ങ് ഇറക്കുക. അല്ലെങ്കിൽ ഒത്തിരി വീതിയായിപ്പോ അതിനായി പിരിച്ചെടുക്കുന്നത്. നമ്മളെ കൈ വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് വിടർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാ കൈ പിടിച്ചോളാൻ പറഞ്ഞു. ഇനി ഒരു വളവൊക്കെ ഉള്ള ടൈപ്പ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ
കേർവ്ഡ് ആയിട്ടുള്ള സ്റ്റെമ്മാ വരുന്നതെങ്കിൽ അത് അതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. നടുക്ക് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. തൊട്ടടുത്ത് തന്നെ അത് രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് വരത്തക്കോണം തൊട്ടപ്പുറത്ത് നൂലിനപ്പുറത്തായിട്ട് കുത്തിയിറക്കുക. അപ്പൊ അതവിടെ അങ്ങ് ഉറച്ചിരുന്നോളൂ. ഉണ്ടോ? ലീവ്സ് ചെയ്യാന് വെറുതെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. ആ ത്രെഡ് റിബൺ ഒന്ന് പിടിച്ചു വെക്കുക. ഇങ്ങനെ നമുക്ക് വേണ്ട ഏകദേശം ഒരു ഷേപ്പില് അതിന്റെ നല്ല വശം നോക്കി പിടിച്ചു വെക്കുക. എന്നിട്ട് വെറുതെ കുത്തിയിറക്കുക. റിബണെ കുത്തണ്ടില്ല. എത്രയും ലെങ്തിലാണോ നമുക്ക് ലീഫ് വേണ്ടിയത് അത്രയും ഷോയിന് പിടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ തുടർന്ന് ചെയ്യാം. ഇത് വെറുതെ കുത്തിയെടുക്കുക. വെറുതെ അപ്പുറത്തോട്ട് കുത്തുന്നേ ഉള്ളൂ. പക്ഷെ റിബൺ ഒന്ന് പിടിച്ചു വെക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുക. എത്രയും നമുക്ക് വേണോ നീളം വെറുതെ കുത്തിയിറക്കുക. വെറുതെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി തന്നെ ഒരിടത്തുനിന്ന് അടിയിൽ നിന്ന് കിളത്തിയെടുക്കുക. അടുത്തടുത്ത് റിബൺ ഇറക്കുക. പക്ഷെ റിബണെ നമ്മളൊന്ന് പിടിക്കുന്നു, അത്രേ ഉള്ളൂ. ആ വീതി എങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മേളിൽ ചെയ്യത്തില്ലേ നമ്മൾ അതിന്റെ ആ സെപ്പല് ചെയ്യത്തില്ല, ആ ഭാഗം ചെയ്യുന്ന ഉടനെ പൂവിനോട് ചേർന്ന് കുത്തുക. തൊട്ടടുത്ത് തന്നെ താഴെയായിട്ട് തൊട്ട് താഴെ ഒത്തിരി നീളമില്ലാതെ കുത്തിയങ്ങ് ഇറക്കുക. അങ്ങനെ ചുറ്റും ചെയ്യുക. നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ചെയ്യുക. ഇത് കണ്ടോ, മേളിൽ നിന്ന് കുത്തി തൊട്ടടുത്തോട്ട് തന്നെ ഇറക്കി. ഇലയ്ക്ക് ഇച്ചൂടെ വീതി കിട്ടും നമ്മള്. പക്ഷെ ഇതിന് കാണാവോ ഇപ്പം? ഓക്കെ, തൊട്ടടുത്തോട്ട് കുത്തിയിറക്കുക. അപ്പൊ റിബൺ അങ്ങ് അടിയിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ കൂർത്തു വരുമല്ലോ. അപ്പൊ അത് ആ സെപ്പലിന്റെ ഒരു ഭംഗി വരും. ഇത് തന്നെ ഇച്ചിരി നീളത്തിൽ ചെന്ന് നമുക്ക് വലിയ ഇലയൊക്കെ വരത്തില്ലേ, നല്ല നീളത്തിലുള്ള ഇലയൊക്കെ വരുന്നത് ഇച്ചിരി നീളത്തിൽ അവിടെ അങ്ങ് കുത്തി ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ റിബണിന്റെ ആ സ്വാഭാവികമായിട്ടുള്ള വളവൊക്കെ അറ്റത്ത് വന്നു കഴിയുമ്പോൾ അത് നന്നായിട്ട് വരും. ഇനി വേറൊരെണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടെ കാണിച്ചു. എല്ലാം സിമ്പിൾ സ്റ്റിച്ചാണ്. നമ്മളൊന്ന് ഈ കാണുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ കാണിച്ചു തരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. മനസ്സിലാക്കാൻ പ്രയാസം പോലെ തോന്നുന്നേ. അടുത്ത പൂവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വട്ടം വരയ്ക്കാം, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇറക്കുക. ഇനി അടുത്തതിന് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ത്രെഡ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുക, തുണിയിലോട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക. വെച്ചിട്ട് നമുക്ക് എത്ര നീളമുള്ള എതളാണോ വേണ്ടിയത് ഈ റിബണിന്റെ മേളെ കൂടെ തന്നെ കുത്തുക, കുത്തി ഇറക്കുക. റിബൺ പിടിച്ചു വെച്ചു, ഇത്ര നീളമാണ് നമുക്ക് പെറ്റലിന് വേണ്ടിയത്.
റിബൺ ഇതുവരെ നമ്മൾ തുണിയിലോട്ട് കുത്തി ഇറക്കിയതേ ഉള്ളൂ. ഇത് റിബണും കൂടെ ചേർത്ത് വെച്ച് കുത്തി ഇറക്കും. ഒന്നുകൂടെ കാണിക്കാവേ. ഇച്ചിരൂടെ വീതിയുള്ള റിബൺ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സെന്ററിൽ നിന്ന് സൂചി മേളോട്ട് എടുക്കുക. പിന്നെ റിബൺ പിടിച്ചു വെക്കുക. പിടിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് തന്നെ കാണാമോ? റിബണും കൂടെ ചേർത്ത് വെച്ച് റിബണിന്റെ മേളിലാണ് നമ്മൾ സൂചി കുത്തി ഇറക്കുന്നത്. ഇച്ചിരി വലിയ റിബണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് വരും. നമുക്ക് എത്ര ഇതളാണോ വേണ്ടിയത് അത്രയും ചെയ്യാം. ഇങ്ങനെ ചേർത്ത് വെക്കുക. റിബണും കൂടെ ചേർത്ത് വെച്ച് കുത്തിയിറക്കുക. അത്രയേ ഉള്ളൂ. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം ഇങ്ങനെ വരും. നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ പൂക്കളൊക്കെ ചെയ്യേണ്ട വരുമ്പോഴോ വലുതോ ഒക്കെ ചെയ്യേണ്ട വരുമ്പോ ചെയ്യാവുന്നതാണ്. കാണാവോ? ഇത് കാണാം. അത് അടുപ്പിച്ചടുപ്പിച്ചല്ലേ ചെയ്യണ്ടേ? അടുപ്പിച്ചടുപ്പിച്ചാ ചെയ്യുന്നത്. വലിയ പൂക്കളൊക്കെ വരത്തില്ലേ നമ്മുടെ ഈ എന്താ പറയുന്നേ, സീനിയയുടെ ഒക്കെ പോലെ തേലയൊക്കെ ഇല്ലേ, സീനിയ ഒക്കെ ചെയ്ത് അതിന്റെ അതുപോലത്തെ ഉള്ള ടൈപ്പ് പൂക്കൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ഫുള്ള് ഒരു വലിയ റൗണ്ട് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അത് ഒരു കാര്യം ചെയ്യും, യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. ഡിസൈൻ കുറേ നമുക്ക് ഐഡിയാസ് കിട്ടും. അതിനകത്ത് ഇത് ചെയ്യുന്ന ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഒത്തിരി ഉണ്ട്, ഒത്തിരി പൂക്കളുണ്ട്. വലിയ പൂക്കൾ ചെയ്യാൻ പറ്റും. ഇതിപ്പം സൈഡിൽ ഈ നടുക്കത്തെ ഒരെണ്ണം ഞാൻ എന്റെ ചെറിയ റിബൺ ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ പൂവായത്. 5 ഇതൾ ഇവിടെ ചെയ്തു, ഇവിടെ 3 എണ്ണം ചെയ്തു, ഇവിടെയും 5 എണ്ണമാ ചെയ്തത്. പക്ഷെ ഇച്ചിരി ചെറുതായിട്ടാ ചെയ്തത്. അത്രേ ഉള്ളൂ. നമുക്കത് ഏത് വലുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്യാം. പിന്നെന്താ ഉള്ളേ? തൽക്കാലം റിബൺ ഇവിടെ നിർത്താം അല്ലേ? സമയം തീർന്നു. സമയം തീരാറായില്ലയോ? അതോ എത്ര മണി വരെയോ? 3 മണിക്കൂർ, 3:30 വരെയാണ്. ഓക്കെ ഓക്കെ. എന്താണ് ഇനി? ഓക്കെ, ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനാണേല് ഈ ഇതിന്റെ തണ്ട് ചെയ്യുമ്പോ ചെയ്യാവുന്ന വേറൊരു സ്റ്റിച്ച്, അത് എംബ്രോയിഡറി അറിയാവുന്നവർക്ക് ആ സ്റ്റെം സ്റ്റിച്ച് അങ്ങ് ചെയ്താൽ മതി. അതല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചേക്കാം. വെറുതെ കുത്തിയെടുത്തിട്ട് ഇതിനെ മനോഹരമാക്കാൻ ഇവിടെ നമുക്ക് എന്തോ ചെറിയ ഫ്രഞ്ച് നോട്ടിന്റെ ഇതൊക്കെ വെച്ച് ചെയ്യാവേ. അതൊന്ന് കാണണോ? ഫ്രഞ്ച് നോട്ട് അറിയാവുന്ന കുഴപ്പമില്ല, അല്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഒന്നുമില്ല, ചെറിയൊരു സംഭവമാണേ. കാണിച്ചേക്കാം. കുത്തിയെടുത്തിട്ട് ഒരു പ്രാവശ്യം റിബൺ ഒന്ന് സൂചിയെ കുത്തുക, ചുറ്റുക, കുത്തുകയല്ല ചുറ്റുക. എവിടെ നിന്നാണോ സെന്ററിൽ ഏത് ഭാഗത്താണോ വേണ്ടത് അത് കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് സൂചിയേല് ഒന്ന് ചുറ്റുക. ചുറ്റിയിട്ട് അവിടെ തന്നെ അങ്ങ് കുത്തി ഇറക്കിയാൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ നടുക്കത്തെ ചെയ്യാൻ പറ്റും. ഒന്ന്
കുത്തി എടുക്കുക. ഒരു പ്രാവശ്യം റിബണ് സൂചിയെ കൂടെ ഒന്ന് ചുറ്റുക. ഒരു പ്രാവശ്യം 1 2 ചുറ്റാം, കട്ടി വേണ്ടതനുസരിച്ച്. എന്നിട്ട് ആ എവിടുന്നാണോ നമ്മൾ സെന്ററിലോട്ട് മേളിലോട്ട് കുത്തി എടുത്തത് അതിന് തൊട്ടടുത്തായിട്ട് കുത്തി താഴോട്ട് ഇറക്കുക. ഇത് ചെയ്യുമ്പോൾ മാത്രം ആ നൂലയിലൊന്ന് പിടിക്കുന്നത് നല്ലതായിരിക്കും. റിബണായോണ്ട് വലിയ പ്രശ്നം വരത്തില്ല. എന്നാലും അല്ലെങ്കിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഏതായാലും മുത്ത് വെച്ചങ്ങ് തയ്ക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കുറെ മുത്തുകൾ അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ മതി. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ, ഇതിപ്പോ ഞാൻ അകത്തി കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അകത്തെ ആ പൂവിനകത്തെ ആ ചെറിയ ചെറിയ സാധനം ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. ശരിക്കും വെട്ടമായില്ല. കുഞ്ഞതായിട്ട് ചെയ്ത അത് നമ്മള് പൂവിന് ഇവിടെ ചെയ്യത്തില്ലേ, എന്താ പറയുന്നേ, പൂവിന്റെ സെന്ററിലുള്ള പോർഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞ ആ സാധനം തന്നെ. വെറുതെ ഒന്ന് സൂചി കുത്തി എടുക്കുക, ഒന്ന് ചുറ്റുക, ഇതിന്റെ തൊട്ടപ്പുറത്തോട്ട് കുത്തി ഇറക്കുക. നമ്മൾ ത്രെഡിലും ചെയ്യുന്നത് ത്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് വലിച്ചു പിടിക്കണം. ഇത് പിന്നെ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. റിബൺ കൊണ്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അത് കുരുങ്ങത്തില്ല. മറ്റേ കുരുങ്ങുമല്ലോ. ഇനിയും വലിയ റിബൺ ഉണ്ടായിരുന്ന നല്ല രസമുള്ള ഒരു സംഭവമാണ് ഈ നമ്മളിപ്പൊ ചെയ്തില്ലേ ഈ സാധനം. ഈ ത്രെഡെ തന്നെ റിബണെ തന്നെ കുത്തിയിറക്കുന്ന ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഇച്ചിരി വലിയ റിബൺ ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റോസ ചെയ്യാൻ പറ്റും. നല്ല റോസപ്പൂ ചെയ്യാൻ പറ്റും. എന്റെ ഇല്ല, സാധനം ഇല്ല. നിൽക്കുന്ന റോസ വലുതായിട്ട് നിക്കത്തില്ലേ, നല്ല ഭംഗിയായിട്ട് നിക്കത്തില്ലേ. അത് കുത്തി പെറ്റല് കുത്തി കുത്തി എടുക്കുവാണോ അതോ ചുറ്റി എടുക്കുവാണോ? അല്ല, ഇത് നമ്മൾ നമ്മൾ റിബൺ വലിച്ചു പൊക്കി എടുത്തിട്ട് റിബണെ തന്നെ കുത്തി ഇറക്കത്തില്ലേ. റിബണിന്റെ സെന്ററിൽ കൂടെ തന്നെ ഇറക്കുവാണോ? റിബണിന്റെ ആ അറ്റത്ത് കൊണ്ട് ഇറക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ കുത്തിയെടുത്തു, സെന്ററിൽ നിന്ന് മേളിലോട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് എത്ര നീളമാണോ വേണ്ടത് അത്രയും പിടിക്കുക. വിരൽ വെച്ച് തന്നെ പിടിച്ചിട്ട്, ഇതിപ്പോ ഇത്ര നീളമാണെങ്കിൽ അവിടെ പിടിക്കുക. പിടിച്ചിട്ട് ഈ റിബണെ കൂടെ തന്നെ കുത്തി ഇറക്കുന്നത് കേട്ടോ. റിബണിന്റെ മേളിൽ നിന്ന് കുത്തി ഇറക്കുക. വലിയ റിബൺ ആകുമ്പോൾ ആ ചുരുക്കം നല്ല ഭംഗിയായിട്ട് വീഴും. അറ്റത്തിന്റെ ആ ചുരുക്കുണ്ടല്ലോ, ഇതിപ്പോ ഇങ്ങനെ ചെറിയ റിബൺ ആയതുകൊണ്ട് അത്രയും ഭംഗിയായിട്ട് കാണത്തില്ല. മറ്റേത് നന്നായിട്ട് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് റോസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഒരു സാധനമില്ലേ, റിബൺ വെച്ചിട്ട് മടക്കി 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 വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കത്തില്ലേ ചെറിയ റിബൺ ഉണ്ടാക്കാന്. ആ റിബൺ ഉണ്ടാക്കുക ആദ്യം ചെറിയത് വെച്ചിട്ട്, സെയിം കളർ തന്നെ വെച്ച് ചെയ്തിട്ട് നൂല് കൊണ്ടിവിടെ അങ്ങ് ചെയ്ത് പിടിപ്പിക്കുക. ഇത്രയും 3 എണ്ണം ചെയ്യുക, 3 4 ചെയ്യുക. ആദ്യം 1 നടുക്ക് ഇത് 3 എണ്ണം ചെയ്തിട്ട് മറ്റേ ആ റിബൺ ഉണ്ടാക്കി നടുക്കിവിടെ നൂല് കൊണ്ട് പിടിപ്പിക്കുക. എന്നിട്ട് അതിന്റെ ചുറ്റും വീണ്ടും ഇതേ സ്റ്റിച്ച് തന്നെ വെച്ച് ചെയ്യാമെങ്കിൽ നല്ല രസമുള്ള റോസ് കിട്ടും. നൂലില്ലാതെ ഇപ്പല്ലേ കാണിക്കാൻ. ചുറ്റോട്. ബാക്കി ഇപ്പൊ മേളത്തെ 3 എണ്ണം നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലെ 3 എണ്ണം ആദ്യം അങ്ങ് ചെയ്യും. ചെയ്തിട്ട് നമ്മൾ ആ ചെറിയ റിബൺ ഉണ്ടാക്കി ഇവിടെ അങ്ങ് പിടിപ്പിക്കും. നൂല് കൊണ്ട് തന്നെ അങ്ങ് പിടിപ്പിക്കുക. കുത്തിയിറക്കി തയ്ച്ചുറപ്പിച്ചിട്ട് സൈഡിലും താഴെയെല്ലാമായിട്ട് ഇച്ചിരി വീതിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ കുത്തിയിട്ടാണ് ഇവിടെ ആയിരിക്കും ഇറക്കുന്നത്. അപ്പൊ നല്ല വീതിയുള്ള റിബണും നീളവും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല വിടർന്നൊരു റോസ. നല്ല രസം അത് കാണാന്, നല്ല ഭംഗിയുള്ള. എന്റെ ത്രെഡ് ഇതില്ല, റിബൺ ഇല്ലല്ലേ, എന്നെ ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ ഇത് ഈ തുണിയിൽ ഇറങ്ങത്തുമില്ല. ഇത്രയൊക്കെ വീതിയുള്ള റിബണാണെ നല്ല ഭംഗിയാ. പിന്നെ ഉള്ളത് ഇത് സ്റ്റെം സ്റ്റിച്ചിന്റെ. ഇത് നമ്മള് ഏറ്റവും അറ്റത്തുനിന്ന് ഇപ്പൊ നമ്മള് ഞാനിവിടെ വര വരച്ചിട്ടുണ്ട്, കാണാമോ? കാണാമല്ലോ. ഓക്കെ, ഏറ്റവും അടിയിൽ നിന്ന് എടുക്കുക. ഇവിടുന്ന് ഇതിന്റെ ഒരു നമുക്ക് എത്രയാണോ വേണ്ടിയത് അതിന്റെ ഒരു പകുതി വെച്ചിട്ട്, സോറി, ബാക്ക് സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ എന്താ വേണേലും നമുക്ക് ചെയ്യാം. നൂല് വെച്ചിട്ട് ചെയ്യാം, അല്ലെ നമ്മുടെ ഇതില്ലേ റണ്ണിങ് സ്റ്റിച്ചസ് അത് വെച്ച് ചെയ്യാം.
ഇങ്ങനെ അതിന്റെ ഏകദേശം ഒരു പകുതിക്കാണ് ഈ സൂചി ഇപ്പം വന്നേക്കുന്നത്. ആദ്യത്തെ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നതിന്റെ ഇവിടുന്ന് നടുക്കൊന്ന് കുത്തിയെടുത്തു, ഈ അറ്റത്തുനിന്ന് കുത്തിയെടുത്തു, എന്നിട്ട് വീണ്ടും കുറച്ച് മാറിയിട്ട് പുറകോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടത്തോട്ടൊന്ന് ചിന്തിച്ചു ഇങ്ങോട്ട് എടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇവിടുന്ന് കുത്തിയെടുത്തു ഇവിടെ, എന്നിട്ട് സൂചി ഇവിടെ കൊണ്ടുവന്നിട്ട് പുറകോട്ട് കുത്തി വലിച്ചെടുത്തു. അപ്പൊ ഒരു സ്റ്റിച്ച് ആയില്ലേ? അപ്പൊ ഇതുണ്ടോ, ഈ ഒരു പകുതിക്ക് ഇപ്പൊ സൂചി നിൽക്കുന്നത് കാണാവോ? പകുതിക്ക്. ഈ റിബണ് എപ്പോഴും നമ്മുടെ ആ ഇടതുവശത്ത് കിടക്കണേ. വീണ്ടും ഇതുപോലെ കുറച്ച് മാറി കുത്തുക. എന്നിട്ട് മറ്റേ നമ്മുടെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആദ്യത്തെ സ്റ്റിച്ച്, അതിന്റെ തൊട്ടടുത്തോട്ട് സൂചി എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ റിബണ് എപ്പോഴും ആ ഒരു സൈഡിൽ തന്നെ കിടക്കണം. ഇപ്പുറത്തൂടെ നിങ്ങൾ എടുത്തതെങ്കിൽ ഇപ്പുറത്ത് തന്നെ കിടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത്രേ ഉള്ളൂ. ഇപ്പോഴും കണ്ടോ, അടുത്ത ഇപ്പൊ നമ്മൾ ചെയ്ത സ്റ്റിച്ചിന്റെ ഏകദേശം പകുതിക്കാണ് അത് നമ്മൾ സൂചി കുത്തിയെടുത്തത്. വീണ്ടും നൂല് അങ്ങേ സൈഡിലോട്ട് പിടിക്കുക, കുറച്ചുകൂടെ മാറി സൂചി കുത്തുക. ആദ്യത്തെ ആ സ്റ്റിച്ചിന്റെ തൊട്ടടുത്ത് കുത്തിയിറക്കുക. ഇവിടെ കുറച്ച് മാറി കുത്തുക, അടിയിലോട്ട് ഇറക്കുക. ഈ സ്റ്റിച്ചിന് തൊട്ട് മുമ്പുള്ള സ്റ്റിച്ചിന്റെ തൊട്ടടുത്തായിട്ട് എടുക്കുക. ഈ സ്റ്റെം ചെയ്യുമ്പോ എപ്പോഴും വീതി കുറഞ്ഞ റിബൺ എടുക്കണേ. പിന്നെ ഇവിടെ താഴോട്ട് ഇറക്കി അങ്ങ് ഉറപ്പിച്ചാൽ മതി. മനസ്സിലായി. ഓക്കെ. ഈ 3 സ്റ്റിച്ച്, അതായത് റണ്ണിങ് സ്റ്റിച്ചും, ഇത് റണ്ണിങ് സ്റ്റിച്ച്, ഇത് ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്. ഈ സ്റ്റെം ചെയ്യുന്നതിന്റെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റിച്ചാണ് ഈ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് തന്നെയാണ്, അത് അപ്പുറത്ത് ചെയ്യുന്നതിന്റെ വ്യത്യാസം കൊണ്ടുള്ള ഇതാണ്. ഇത് സ്റ്റെം സ്റ്റിച്ച്, ഇത് ബാക്ക് സ്റ്റിച്ച്. ഇത് നമ്മുടെ സാധാരണ ഇതില്ലേ, നമ്മള് എന്താ റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത്. അതെ അതെ, അത് തന്നെ സംഭവം. പിന്നുള്ളത് ഇത് നമ്മള് എന്താ മറ്റ് ഏത് സ്റ്റിച്ച് വേണേലും ഇതിനകത്ത് ചെയ്യാം കേട്ടോ. ഹെറിക് ബോൺ സ്റ്റിച്ച്, ഏത് സ്റ്റിച്ച് വേണേലും ചെയ്യാം. പ്രധാനമായിട്ട് സത്യം പറഞ്ഞ് രണ്ടെണ്ണയുള്ള ഇതിന്റെ മേളിൽ കൂടെ ഇറക്കത്തില്ല, റിബണിന്റെ മേളിൽ കൂടെ കുത്തി ഇറക്കുന്നതും അല്ലാത്തതുമാ. അത് നമ്മൾ പല ടൈപ്പ് ചെയ്യുന്ന ഉടനെ അങ്ങ് പല ഇത് കിട്ടുന്നുള്ളതേ ഉള്ളൂ പ്രധാന കാര്യം. പിന്നെ ഇത് ചെയ്യാൻ ആ സ്പൈഡർ വെബിന്റെ അതേ മെത്തേഡ് തന്നെ. 5 സ്റ്റിച്ച് ഇടുക, നൂല് കൊണ്ട് ഇടുക, എന്നിട്ട് ഒന്നിട വിട്ടുള്ള അതിനകത്തൂടെ കയറ്റി ഇറക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്തത് നമ്മള് എന്താണ്, ആദ്യം ഒരു ചെറിയ സ്റ്റിച്ച് 5 എണ്ണം ചെയ്തു, അതിനകത്തൂടെ കയറ്റി ഇറക്കുമായിരുന്നു. അത്രയേ ഉള്ളായിരുന്നു. അപ്പൊ ഇത്രയും സ്റ്റിച്ചാണ് ഞാന്. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കാമെങ്കിൽ ഇഷ്ടം പോലെ ഡിസൈൻ കിട്ടും നമുക്ക് ചെയ്യാവുന്ന, വലിയ ഡിസൈൻ. അപ്പൊ റിബണും അതിനനുസരിച്ച് ആ സൈസിലെ തന്നെ എടുക്കുവാണെങ്കിൽ അതിന്റെ ഭംഗി വരത്തുള്ളൂ. ഇതിപ്പോ ഞാൻ ഈ കാണിച്ച ഡിസൈന് ഇത് തീരെ ചെറിയ റിബൺ ആയതുകൊണ്ട് അത്രയൊരു ഭംഗി വരത്തില്ല. ഇനി അടുത്ത നമുക്ക് ബീഡ്സ് വർക്കിലോട്ട് പോവാം. അതിന്റെ ആ പിന്നെ തണ്ടില്ലേ, റെഡിന്റെ ആ തണ്ട് നമ്മള് തയ്ക്കുമ്പോൾ ആ വീതിയുള്ള റിബൺ എടുക്കണോ, വീതി കുറഞ്ഞ റിബൺ എടുക്കണോ? വീതി കുറഞ്ഞ എടുത്താൽ മതി. വീതി കുറഞ്ഞത് ഇങ്ങനെ പിരിച്ചു വെച്ചാലും മതി. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുത്തി എടുത്തിട്ട് പിരിച്ചങ്ങ് കുത്തുക, അതാ ഏറ്റവും നല്ലത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് 1-2 ഇടത്ത് ഒന്ന് ചെറിയ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് കുത്തി ഇറക്കിയാൽ അതങ്ങ് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ സൈഡില് ലീഫ് ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് അങ്ങ് കുത്തി ഇറക്കിയാൽ മതി. ആ തണ്ടയിലോട്ട് ചേർത്ത് അങ്ങ് കുത്തി ഇറക്കിയാലും അത് അവിടെ ഇരുന്നോളൂ. പിന്നെ പ്രത്യേകം ഒരു ഇത് സ്റ്റിച്ച് വെളിയിലോട്ട് കാണത്തില്ല. ഈ ഇറക്കുന്നത് ഇതുവഴി പൊക്കിയെടുത്ത് അങ്ങ് ഇറക്കിയാൽ മതി. അങ്ങനെ
റോസ് മറ്റേ രീതി ചെയ്യുന്നത് നല്ല രസമായിട്ട് വരും. പിന്നെ അല്ലാതെ ഒത്തിരി ഉണ്ട് ഇങ്ങനെ നമ്മുടെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചേക്കാം. മെയിൻ കുറച്ചേ പറഞ്ഞുള്ളൂ. ഇത് വീതിയുള്ള റിബൺ വെച്ച് ചെയ്യാനാണ് രസം. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മള് ഇതൊന്ന് ഈ മടക്ക് കണ്ടോ, ചെറുതായിട്ട് ഈ മടക്കിയില്ലേ, നമ്മളിത് കുത്തി അപ്പുറത്തോട്ട് ഇറക്കുക സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് അതിന് പകരം ഉള്ളു വലിക്കുന്നതിന് പകരം കുറച്ച് വലിക്കുക. അന്നേരം ഇത് നേരെ ആക്കി ഇടാൻ ഓർക്കണം എന്നുള്ളതേ ഉള്ളൂ. തൊട്ട് അതിൽ തന്നെ ഇറക്കാമെങ്കിൽ നല്ലത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, അവിടെ ഉറക്കുന്നില്ല മറ്റേടത്ത്, അതിങ്ങനെ വിടർന്നിരിക്കുക കണ്ടോ. എല്ലാ ഇതളും ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കാണാവോ, ഒരു 3D എഫക്റ്റില് ചെയ്യാൻ പറ്റും. ഫുള്ള് താഴോട്ട് വലിക്കാതിരുന്നാ മതി. അതേ ഇടത്ത് എവിടുന്ന് കുത്തി എടുത്തോ അതിന് തൊട്ടടുത്ത് തന്നെ കുത്തി ഇറക്കുക, അല്ലെങ്കിൽ തൊട്ട് പുറകിൽ ഇറക്കിയാലും മതി. എന്തോ കുറച്ച് ഞങ്ങൾ ചെയ്ത് നോക്കാം, അപ്പൊ അങ്ങ് ശരിയാവും. ഇപ്പം ചെയ്യണോ? സമയമില്ല, അതങ്ങനെ നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ സംഭവം. വിടർന്ന് ഇങ്ങനെ നിൽക്കും. കൊച്ചുമ്മ കാണിച്ചപ്പോഴേ ഞാൻ 1-2 ചെയ്തു. എന്ത് ആരാ പറയുന്നേ? കാണത്തില്ല. ഓക്കെ. അപ്പം ബീഡ്സിലോട്ട് പോയാലോ? പോവാം. നമ്മുടെ പഞ്ചാര മുത്താണ് ഇത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ചെറിയ സൂചി വേണമെന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. അതിന് ഇതിപ്പോ തീരെ ചെറുതാ, ഇതിനകത്ത് കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നും. ഇതിലും ചെറിയ കനം കുറഞ്ഞ സൂചിയാണ് വേണ്ടിയത്. കൈ പിടിക്കാൻ എന്തായാലും ഇച്ചിരി പാടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നൂലിന്റെ അറ്റം കെട്ടിടുക. ഇത് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ട്രിക്കേ ഇതിനകത്തുള്ളൂ ശരിക്കും പഠിക്കാൻ. പല ടൈപ്പ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലവർ എന്തെങ്കിലും ഒന്ന് വരച്ചു, ഏതാണേലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി അകലത്തിലുള്ളതാണെങ്കിൽ നല്ലത്. ഏതള അകലത്തിലുള്ള 2-3 ഇതള് മതി. നമ്മൾ ഓരോ ഇതളയിലും ഓരോ രീതി അങ്ങ് പഠിക്കാം. അപ്പൊ പിന്നെ ചെയ്യുമ്പം അതനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. ഈ സൈഡിലെ മീമുള്ളു പോലുള്ള സാധനം കൂടെ ഒന്ന് വരച്ചേരെ. ഇത് കാണത്തില്ലേ, സാരിയിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ ഇത്. ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ ഈ പൂവിന്റെ ഷേപ്പ് നമുക്ക് മാറ്റാം. അതിന്റെ ഒരു ആദ്യം ഒരെണ്ണം വരച്ചൊരു അതിന്റെ ഒരു ഞരമ്പ് സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൂവിന്റെ ഷേപ്പിലുള്ളതൊക്കെ മാറ്റിയാൽ മതി. കുറെ ഡിസൈൻ ഇതേന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒരെണ്ണം വരച്ചാൽ മതിയേ, ഒരു പൂ വരച്ചാൽ മതി. വരണം.
ഇത് വരയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ലെങ്ത് ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ആ മുത്തിന്റെ അത് വ്യത്യാസം നല്ലതായിട്ട് എടുത്തറിയാൻ പറ്റും. വെറുതെ നടുക്കൂടെ വര വരയ്ക്കാൻ 2 സൈഡിൽ നിന്നും വരച്ച് വരച്ച് പോവുക, അത്രേ ഉള്ളൂ. പഞ്ചാരമുത്തുണ്ടോ എല്ലാവരുടെയും കയ്യില്? ഇത് ഞാൻ ഒരതളിന്റെ സെന്ററിൽ നിന്നാണേ, ഒരതളിന്റെ സെന്ററിൽ നിന്നാണ് വലിച്ചെടുത്തേക്കുന്നത്, സൂചി എടുത്തേക്കുന്നത്. കാണാവോ? സെന്റർ മീൻസ് ഈ താഴത്തെ വീതിയുടെ സെന്ററിൽ നിന്ന്. നമുക്ക് എതളിന്റെ ഒരറ്റത്തുനിന്ന് തന്നെ ചെയ്തു തുടങ്ങാം, പക്ഷെ അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള എഫക്റ്റ് വരണമെന്നില്ല. ഈ ഒരു എതളിന്റെ ഈ താഴത്തെ ഈ സെന്ററിനോട് ചേർന്ന ഭാഗത്തെ അതിന്റെ സെന്റർ ഇപ്പൊ ഞാൻ കാണിക്കും, ഒരെണ്ണം ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ആ ലെങ്തിന് ഇപ്പൊ നമ്മൾ നൂലൊന്ന് വെച്ച് നോക്കുക. കുറച്ച് പഞ്ചാര മുത്ത് അതിനകത്ത് സൂചിയിൽ കോർത്തെടുക്കുക. ഇതൊന്ന് കോർത്തെടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കണം അതേലെ. അറ്റം വരെ എത്താനുള്ള ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കൂടരുത്. ആ വരയുടെ അപ്പുറത്ത് നിൽക്കില്ല, നമ്മൾ കുത്തി ഇറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഒരറ്റം വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കും. നടുക്ക് കുത്തി ഇറക്കി. അപ്പൊ ഇതുകൊണ്ട് അത് അവിടെ എന്തോ സെന്ററിൽ എന്താ വെച്ചേ? റിബണാണോ? അല്ല, മുത്ത് കോർത്ത് ഞാൻ പറഞ്ഞില്ലേ, പഞ്ചാരമുത്ത് കോർത്തിട്ട് അവിടെ അതിന്റെ അറ്റത്തോട്ട് കുത്തി ഇറക്കി. എത്ര മുത്ത് കോർത്തിട്ടാ? അത് നമ്മുടെ ഇരിക്കുന്നതിന്റെ വലിപ്പം, അതാ ഞാൻ പറഞ്ഞ നൂല് വെച്ച് നോക്കുക. നമ്മൾ കോർത്തിട്ട് നൂല് ഇവിടോട്ടൊന്ന് വെച്ച് നോക്കുക, ഡിസൈനയിലോട്ട് വെച്ച് നോക്കുക. ഡിസൈനെ വെച്ച് നോക്കുമ്പോ അതിന്റെ അറ്റം വരെ അതിന്റെ പോയിന്റ് കടക്കരുത്, അതിന് തൊട്ട് പുറകെ ഇരിക്കത്തക്കോണമുള്ള മുത്ത് കോർക്കുക. എനിക്കിപ്പം വന്നത് 2, 4, 6, 8, 10, 11 മുത്ത് ഞാൻ കോർത്തു. എന്റെ തീരെ ചെറുതാ. നമ്മളെ ഇരിക്കുന്ന മുത്തിന്റെ അനുസരിച്ച് നമ്മൾ വെച്ച് നോക്കുക. അതുകൊണ്ട് അതിന് എണ്ണം പറയാൻ ഞാൻ അത് വെറുതെ അങ്ങ് അപ്പുറത്തോട്ട് ആ അറ്റത്തോട്ട് എന്തുവാ ഈ ടിപ്പിന്റെ അവിടെ കുത്തി അങ്ങ് ഇറക്കുക. അതുകൊണ്ട് അതവിടെ ഇരിക്കുകയില്ല, അയഞ്ഞു പോവും. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു 3 മുത്ത് അകലത്തില് ഇവിടെ ഈ സൈഡിൽ നിന്ന് കുത്തുക. ഇതിന്റെ സൈഡിൽ നിന്ന് കുത്തി ഇറക്കിയാൻ ആദ്യം കുത്തിയതിന്റെ ഉണ്ടോ ഈ സൈഡിൽ നിന്ന് കുത്തി ഇറക്കി, എന്നിട്ട് ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുത്തി ഇറക്കുക. നമ്മൾ എവിടാണോ സ്റ്റിച്ച് എടുത്തത് അതിന് തൊട്ടിപ്പുറത്ത് തന്നെ അതിനെ അങ്ങ് ലോക്ക് ചെയ്യുക. നമ്മൾ ആ മുത്തിനെ എവിടെ അങ്ങ് ലോക്ക് ചെയ്യുക. പറയാമേ,
ഇത് കാര്യമൊന്നുമില്ല ഇതിനകത്ത്, നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. നമ്മള് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇവിടെ ഒരു 3 മുത്ത് കഴിഞ്ഞപ്പോ ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട് 1. ഇനി ഒരു 3 മുത്ത് കൂടെ കഴിഞ്ഞിട്ട് 3ഓ 4ഓ ഞാൻ ഇവിടെ സൂചി കുത്തി ഇറക്കുക. ഉണ്ടോ? അതിന്റെ ഒരു വശത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കുത്തി ഇറക്കി. എന്നിട്ട് ഈ സൈഡിൽ നിന്നാണ് ഞാൻ കുത്തി ഇറക്കിയത്. ഈ മുത്തുകളുടെ ഈ സൈഡിൽ നിന്ന് കുത്തി ഇറക്കി അതിന്റെ ഇങ്ങേ കുത്തി എടുത്തു. ഇപ്പുറത്തെ സൈഡില് അതിനോട് ചേർന്ന് തന്നെ താഴോട്ട് ഇറക്കുക. അത് അവിടെ ഫിക്സ് ആയി. ഇനി അത് പൊങ്ങി നിൽക്കൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അടുത്തത് ഇതുപോലെ എടുക്കുക. അടിയിൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത് ഏതെങ്കിലും സൈഡിൽ നിന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുത്ത് കോർക്കുക, ഇവിടെ കുത്തി ഇറക്കുക. അത്രയുള്ള മുത്ത് ഫിക്സ് ചെയ്യുന്നതിന്. പിന്നെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യിച്ചൂടെ വലിയ മുത്തേ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇച്ചിരി കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഓക്കെ, ഇത് ഇച്ചിരി വലിയ മുത്താണേ, ക്രിസ്റ്റലിന്റെ സാധനം. നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, ആ വരയുടെ അവിടം വരെ എത്തിയോ നോക്കുക. ആ വരയോട് ചേർത്ത് ഞാനത് കുത്തി ഇറക്കുക. കണ്ടോ? കാണാമോ? ഇനി ഇത് ഊരിപ്പോരാ, നമ്മൾ എത്ര തയ്ച്ചെന്ന് പറഞ്ഞാലോ. അതുകൊണ്ടാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം 3, 3, 6 മുത്ത അതിനകത്തുള്ളത്. ഇച്ചിരി വലിയ മുത്തായതുകൊണ്ട് ഞാൻ 2 മുത്ത് വെച്ച് ഫിക്സ് ചെയ്യാനാന്ന് വിചാരിക്കുന്നേ. മുത്തിന്റെ ഈ സൈഡിൽ കൂടെ ഞാൻ സൂചി കുത്തി ഇറക്കി. കണ്ടോ? കാണാൻ പറ്റുന്നു? കണ്ടോ? ഒരു സൈഡിൽ നിന്ന് വഴി കുത്തി ഇറക്കിയിട്ട് ഈ മുത്തിനെ കവർ ചെയ്തുകൊണ്ട് തൊട്ടപ്പുറത്ത് ഇറക്കുക. അതവിടെ അങ്ങ് ഉറച്ചു. വീണ്ടും ഒരു 2 മുത്തൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കുത്തി എടുക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് എടുത്തത് ഈ മുത്തിനെ കവർ ചെയ്തുകൊണ്ട് അപ്പുറത്തെ സൈഡില് ഇപ്പൊ ഇതവിടെ അങ്ങ് ലോക്ക് ആവുക. കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഒരു മുത്തിന്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ഒരു നൂലും ഒരു മുത്തിന്റെ അപ്പുറത്തൂടെ ആയിരിക്കും മറ്റേ നൂലും വരുന്നത്. വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് നമ്മൾ തയ്ച്ചു കഴിയുമ്പോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതിപ്പോ കുരുക്ക് വീഴുന്നുണ്ട്. പറഞ്ഞാല് ഈ അല്ലെ എംബ്രോയിഡറി നൂല് അങ്ങ് എടുത്താലും മതി, കുഴപ്പമില്ല. ഇതിപ്പോ ഇവിടെ അങ്ങ് ഫിക്സ് ആയി. ഇനി അത് ഇളകത്തില്ല. അതുപോലെ വീണ്ടും ഈ താഴേന്ന് കുത്തിയെടുക്കുക. മുത്ത് കോർത്ത് കുത്തുന്ന ഒരു പ്രശ്നമില്ല. ആ സൈഡില് ഇതൊന്ന് ഉറപ്പിക്കുന്ന മാത്രം ഒന്ന് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. ഒരു സിമ്പിൾ ആണ് സംഭവം. 2, 3, 4,
ഇതിന് നമ്മൾ എത്ര മുത്ത് കോർക്കണമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വരച്ചേക്കുന്ന ഡിസൈൻ്റെ അനുസരിച്ചിരിക്കുവേ. അതുകൊണ്ട് നിങ്ങളത് വെച്ച് നോക്ക് നിവർത്തിയുള്ളൂ. ഞാനിങ്ങനെ കോർത്തെടുത്തു. എന്നിട്ട് ഇതിന് തൊട്ടിപ്പുറത്തോട്ട് ആദ്യം ചെയ്തതിന്റെ സൈഡിലോട്ട് ഇറക്കി. ഇത് 5 മുത്താ കോർത്ത ഞാൻ, അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇടണം. ഒരു സൈഡിൽ നിന്ന് സൂചി വലിച്ചെടുത്തു. ഇതിനെ കവർ ചെയ്തുകൊണ്ട് പുറത്ത് ലോക്ക് ചെയ്തു. ഈ ഒരു 3 മുത്ത് മതിയാവും തോന്നുന്നു അടുത്തതും ചെയ്യുമ്പോൾ. ഒരു എതള് കഴിഞ്ഞു. പക്ഷെ ആ എതളിന്റെ ഒരു ഭംഗി അങ്ങോട്ട് വരുന്നുണ്ടോ? ഇനിയും ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചുറ്റും ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. പൂക്കിലക്കാണ് ചെയ്ത് കഴിയുമ്പോൾ അതാ എതള് കറക്റ്റ് ആ ഷേപ്പ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ആദ്യം പൂക്കിലക്കാണ് ചെയ്തിട്ട് അകത്ത് ബീഡ്സ് വർക്ക് ചെയ്യാൻ നിൽക്കല്ലേ, ചെറിയ വ്യത്യാസമൊക്കെ വന്നിരിക്കും അതിന്റെ ആ വിടവില്. കാണിക്കാതെ ഇത് കണ്ടോ, നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം അത് തന്നെയായിട്ട് ചെയ്യുമ്പോൾ ഞാൻ വ്യത്യാസം കാണിക്കാനായിട്ട് ചെയ്തതാ. ഇത് കണ്ടോ, ഇതിനൊരു ഭംഗി വരുന്നില്ല ഇത് തന്നെ ചെയ്യുമ്പോൾ. അപ്പം അതിന്റെ ചുറ്റും ഒരു അതുപോലെ പൂക്കിലക്കാണിയുടെ ചെയ്യുമ്പോഴാണ് അതിന്റെ എടുപ്പ് വരത്തുള്ളൂ. അതുപോലെ ട്യൂബില്ല, ചെറിയ ട്യൂബ്സ് കിട്ടുമല്ലോ നമുക്ക്, ട്യൂബ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇത് ചെയ്യാൻ പറ്റും. വര വരച്ചില്ലേ, സെയിം ബീഡ്സ് വെച്ച് തന്നെ ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെ ഉള്ളൂ. പക്ഷെ ആ ഇടയ്ക്ക് നൂല് വെച്ച് കെട്ടി ഉറപ്പിക്കണം. ഈ ട്യൂബിനാകുമ്പോൾ നൂല് ഇടയ്ക്കൊന്നും കെട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്തങ്ങ് പോയാൽ മതി. അത് ഞാൻ ഒന്ന് കാണിക്കാവേ. ഏറ്റവും താഴെ നിന്ന് കുത്തിയെടുത്തു. ആദ്യം ഈ നടുക്കത്തെ ഭാഗം അങ്ങ് ആ വെയിന്റെ ഭാഗം അങ്ങ് ചെയ്ത് തീർക്കണം. ഒരു ട്യൂബ് എടുത്തു, ഒന്ന് വെച്ച് നോക്കുക. കാരണം നമ്മൾ വെറുതെ കുത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയില്ല. ഒരെണ്ണം ചെയ്തു, ഫിക്സ് ചെയ്തു. അതിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ
സൂചി വീണ്ടും കുത്തി എടുക്കുക. അതേ ഹോളി വരല്ലേ, ജസ്റ്റ് അടുത്തുനിന്ന് എടുക്കുക. അടുത്ത ട്യൂബ് എടുക്കുക. തൊട്ടടുത്ത് കറക്റ്റ് ലെന്ത് നോക്കിയിട്ട് കുത്തി ഇറക്കുക. വീണ്ടും ഇറക്കിയതിന്റെ തൊട്ടടുത്തുനിന്ന് സൂചി എടുക്കുക. ട്യൂബ് കോർത്തെടുക്കുക. പിന്നെ വെച്ച് നോക്കുക. വെച്ച് നോക്കുക. വീണ്ടും അടുത്തുനിന്ന് എടുക്കുക. ഈ അറ്റം വരുന്ന ഉടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു തയ്യൽ ഇട്ടാൽ നല്ലതാണ്. അല്ലെങ്കിൽ താഴോട്ട് നമ്മൾ സൂചി എടുത്തു കഴിയുമ്പോഴത്തേക്ക് വളഞ്ഞു നിൽക്കും. ഏറ്റവും അറ്റം വരെ ആ ഞരമ്പിന്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിലൊരു സാധാരണ നമ്മൾ കെട്ടിടുന്ന പോലെ ഒരു കെട്ടിടുക. എന്നാലേ അത് അവിടെ ഉറച്ചു നിൽക്കത്തുള്ളൂ. വീണ്ടും ഈ സൈഡിലെ എല്ലാം ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ട്യൂബ് തന്നെ വെക്കാം, അല്ലെങ്കിൽ മുത്ത് കോർക്കാം. ഏതാണേലും ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് മുത്തൊന്ന് കോർക്കാം. ട്യൂബ് വെക്കുന്നത് ഞാൻ ഇതാ കാണിച്ചത്. ഇങ്ങനെ ട്യൂബ് വെക്കാൻ പറ്റും. അപ്പൊ ആ വര നമ്മൾ ആദ്യം കൃത്യം ഇടണേ. ഞാനിത് വര ഇടാതെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരെണ്ണം കണ്ടോ ഒരുമാതിരി എങ്കോണിച്ച് നിൽക്കുന്നുണ്ടോ, അതിന്റെ ഷേപ്പ് മാറി. അപ്പൊ നമ്മൾ കൃത്യം വര ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിസൈനിൽ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇത് ഈ വലിയ മുത്തും ഇതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയുകയും ചെയ്യും. നമ്മൾ സ്റ്റിച്ച് ആണെങ്കിൽ അത്ര എംബ്രോയിഡറി ആണെങ്കിൽ അത്രയും പെട്ടെന്ന് തെള്ളി അറിയത്തില്ലല്ലോ. ഇത്രയും ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം. അതുകൊണ്ട് കറക്റ്റ് ആ വര ഇട്ടിട്ട് പോവാണെങ്കിൽ നല്ലതാണ്. ഇതിന്റെ 2 കളർ വെച്ചോ 3 കളർ വെച്ചോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ മുത്തെടുത്തു, മുമ്പേ ചെയ്ത പോലെ തന്നെ അടുത്തടുത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചു പോയാൽ മതി. ഇതിന് ഈ ഇടയ്ക്ക് ഇത് ഇടണമെന്നില്ല, ഇടയ്ക്ക് ആ നൂല് കെട്ടണമെന്നില്ല. നമ്മൾ എതള് ചെയ്യുമ്പോഴാണ് ഇടയ്ക്ക് ആ നൂല് ഇട്ട് ഉറപ്പിച്ച് പോകേണ്ടത്. ഇതിപ്പോ ചെറിയതല്ലേ, തീരെ ചെറിയ ഞരമ്പല്ലേ. അപ്പം 5 മുത്തോ വല്ലതും ഒക്കെ വെച്ച് ചെയ്താൽ മതി. അന്നേരം ഈ ഇടയ്ക്കത്തെ ആ നൂല് കെട്ടി ഇടാൻ പോകണ്ട, വെറുതെ അങ്ങ് കുത്തി ഇറക്കി അങ്ങ് പോയാൽ മതി ലാസ്റ്റ് വരെ.
വേറെ ഒരെണ്ണം. പേള് വെച്ച് പിടിപ്പിക്കത്തില്ല, ഇച്ചിരി വലിയ മുത്ത് പിടിപ്പിക്കത്തില്ലേ, അതും സെയിം മെത്തേഡിൽ അങ്ങ് പോയാൽ മതി. നമ്മൾ സൈഡ് ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ മുത്ത് പിടിപ്പിക്കുമ്പം ഇത് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ അറ്റത്ത് കോർക്കുക. സോറി, എടുത്തില്ല. ഈ ആദ്യം കാണിച്ച ഏതെല്ലാം ഉണ്ടല്ലോ, നടുക്കൂന്ന് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ചെയ്ത് പോകുന്നത്, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ താഴേന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോകാം. ഇതാ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത ഡിസൈൻ ഇതാണേ. ഇതായിരുന്നു നീളത്തില. പക്ഷെ അതിന് പകരം ഇതുപോലുള്ള ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ ചരിച്ച് ചരിച്ച് ചെയ്യാം. അപ്പൊ ഒരു 4-5 മുത്തേ വരുന്നുള്ളൂ ഇവിടെ. അപ്പൊ അതിന് ഇടയ്ക്ക് ലോക്ക് ഇട്ടില്ലേലും വലിയ പ്രശ്നം വരത്തില്ല. ഒന്നിട്ടാ നല്ലതാ, കാണാമല്ലോ, ചരിച്ച് ചരിച്ചാ വരുന്നത്. ഇതുപോലത്തെ ഡിസൈനൊക്കെ നമുക്ക് ചരിച്ച് ചരിച്ച് ചെയ്യാം. ഇതുപോലെ റൗണ്ട് ഡിസൈൻ വരുമ്പോൾ, ഏകദേശം ഒരു റൗണ്ട് അല്ലെ ഓവൽ വരുമ്പോഴാണ് നമ്മൾ നീളത്തിൽ ചെയ്യുന്നത്. മേളോട്ട് ചെയ്ത് അത് അങ്ങനെ ചെയ്യുമ്പോൾ നടുക്ക് ആദ്യം ചെയ്യുക, ഈ നടുക്കത്തെ ഏറ്റവും കൂടിയ മുത്തുള്ള ചെയ്യുക, പിന്നെ സൈഡിലോട്ട് പോവുക. ഇത് ഇങ്ങനെ ചരിച്ച് ചരിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലാന്റിങ്ങിൽ പോയാൽ മതി ഇതുപോലത്തെയുള്ള പൂക്കൾ ഡിസൈൻ വരുമ്പോൾ. സാരിയുടെ ഒക്കെ ബോർഡർ ചെയ്യുന്ന ഉടനെ നമ്മള് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യത്തില്ലേ, ആ സ്റ്റിച്ച് അങ്ങ് ചെയ്ത് ഈ മുത്ത് നൂല് മേളോട്ട് എടുക്കുമ്പോൾ ഒരു മുത്തൂടെ കോർത്ത് താഴോട്ടിറക്കി അങ്ങനെ ഇങ്ങനെ പോയാലും നല്ല ഭംഗിയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. ഇച്ചിരി അകലത്തിൽ വരികയും ചെയ്യും. ഏകദേശം ഒരേ അകലം വരാൻ നോക്കിയാൽ മാത്രം മതി അതിന്, ബോർഡർ ഒക്കെ ചെയ്യുമ്പോൾ. ഇതിന്റെ ഞാന് സൈഡിൽ നിന്ന് തന്നെ കുത്തി ഇറക്കുകയാണേ. സൈഡിൽ നിന്ന് കുത്തി ഇറക്കിയിട്ട് ഈ ഇതള് കവർ ചെയ്യാൻ എത്ര മുത്ത് വേണോ അത് ഫുള്ള് നമ്മളങ്ങ് കോർക്കുക. ഞാൻ ഇത്രയും മുത്ത് കോർത്തിട്ടുണ്ട്. ഇതളയിൽ ഇങ്ങനെ വെച്ച് നോക്കുക, ഇവിടെ വരെ വരാൻ എത്ര വേണം. കാണിക്കാൻ ഇച്ചിരി പാടാണ്. ഏകദേശം ഉണ്ട്, ഞാൻ വെച്ചിട്ട് കാണിക്കല്ലേ, പാടാ. നമ്മള് ഈ ഒരറ്റത്തുനിന്ന് എടുത്തു, ഇപ്പുറത്തെ അറ്റത്ത് ഇറക്കി. ഇത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ, ഇതിങ്ങനെ പിടിച്ച് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ നേരത്തെ ചെയ്ത പോലെ, മറ്റേതിന് ചെയ്ത പോലെ തന്നെ ഒരു 3 മുത്ത് മാറി മാറി നമ്മളെ റൗണ്ടിൽ ഇത് വെച്ചോണ്ട് ഫിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ കൈ താത്ത് പിടിച്ച് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആദ്യം ഇരിക്കുക അധികം. ഇതാണ് സംഭവമേ. ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുക.
ഇപ്പൊ കാണാമല്ലോ അല്ലെ? താഴത്തേത് ആ ഇലയെന്ന് പറഞ്ഞ ലേസി ഡേസി സ്റ്റിച്ച് വെച്ച് തന്നെ ത്രെഡ് വെച്ച് ചെയ്തതാ താഴെ ഇല ചെയ്തേക്കുന്നത്. മുത്ത് വെച്ച് തന്നെ നമുക്ക് സെപ്പലും ചെയ്യാം. ഇനി നടുക്ക് ചെയ്തേക്കുന്ന റെഡ് എന്ന് പറയുന്നത് നമ്മള് ഫ്രഞ്ച് നോട്ട് ചെയ്തില്ലേ, മുമ്പ് ചെറിയ നോട്ട് ഇട്ടില്ലേ, അത് ഇച്ചിരി നീളത്തിൽ കുത്തി ഇറക്കുന്നു, അത്രേ ഉള്ളൂ. അത് അതിന്റെ കൂടെ ഒരു മുത്തും കൂടെ കയറ്റിയിട്ട് അവിടെ ഇട്ട് കുത്തി ഇറക്കുക. ഇനി കാണിച്ചു തരാം, അതൊന്ന് കാണിക്കാവേ. പക്ഷേ അത് റിബൺ ആണോ സെന്ററിൽ കൊടുത്ത റെഡ്? അല്ലല്ല, അത് മുത്ത, റെഡ് മുത്ത് ഞാൻ എടുത്തത്. ഞാൻ വലിയ സൂചി ഒന്ന് എടുക്കുവാണേ. ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ത്രെഡ്, എംബ്രോയിഡറി ത്രെഡ് കിട്ടാൻ വലിയ പാടാ, അതുകൊണ്ട് അല്ലാത്ത നൂല് വെച്ച് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒരു നൂല് കോർക്കുക, ഒരു മുത്ത് കോർക്കുക. ഇങ്ങനെ മുത്ത് കോർത്തിട്ട് നമ്മൾ ചെയ്തില്ലേ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പാടില്ല, ഒരു ചുറ്റി ചുറ്റിയിട്ട് കുത്തി ഇറക്കുക. ഇത്രേ ഉള്ളൂ. ഇച്ചിരി അകലത്തോട്ട് കുത്തുന്നതേ ഉള്ളൂ. ആദ്യം അടുപ്പിച്ചാ നമ്മൾ ഇവിടെ കുത്തിയിരുന്നതെങ്കിൽ ഇത് ഇച്ചിരി അകലത്തോട്ട് മാറ്റി കുത്തുന്നു. അങ്ങനെ ആ നടുക്കത്തെ ചെയ്തേക്കുന്നത്. ഇതിൽ ഒരു ബേസിക് സംഭവം എന്നുള്ളതേ ഉള്ളൂ. ഡീ സ്റ്റിച്ച് ഉണ്ടോ? ഇതാണ് ഫ്രഞ്ച് നോട്ട്, ലോങ് ഫ്രഞ്ച് നോട്ടാ ഇത്. ഇച്ചിരി നീളത്തിൽ കുത്തി ഇറക്കുക. നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കട്ടിയുള്ള നൂല് വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായി. ഇത് ഞാൻ
നമ്മുടെ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂല അതായത് ഉള്ളായിരുന്നു ഇവിടെ. ഇത് ചെയ്യാം. തൽക്കാലം അത്രേ ഉള്ളൂ. ഇതിനകത്തോട് കണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയും നേരം സഹകരിച്ചിരുന്ന എല്ലാവരോടും നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിന് ദിവ്യബോധിനി താങ്ക് യു. പാടായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് ഇവിടെ കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു വെട്ടത്തിന്റെ ഒക്കെ. ഞങ്ങള് കണ്ടു, ക്ഷമിക്കുക. കണ്ടു. ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് മനസ്സിലായി. ഇല്ല ഇത് ഈ ചെയ്യുന്നതിന്റെ ഇത് എന്റെ നൂല് കിട്ടിയില്ല. ഇവിടെ എംബ്രോയിഡറി നൂല് അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ ഇവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇറങ്ങിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. നേരത്തെ ഒരു പ്രാവശ്യം പോയപ്പോ കണ്ടു, പക്ഷെ അന്ന് വാങ്ങിച്ചില്ല. അത്യാവശ്യമല്ലോ എന്ന് ഓർത്ത് പിന്നെ പോയിട്ട് കിട്ടിയില്ല. റിബണും എല്ലാം ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് വലിയ റിബൺ ഉണ്ടല്ലോ, ഈ നമ്മുടെ ബോ ഉണ്ടാക്കുന്നേ, അതേ ഉള്ളു ഇപ്പം കൂടുതലും. താങ്ക്സ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് തിക്കും തിരക്കും ഒക്കെയുള്ള ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ദിവ്യബോധിനിയുടെ ആൾക്കാർക്ക് വേണ്ടി കൊച്ചുമ ഈ തിരക്കിനിടയിലും വന്ന് റിബൺ കൊണ്ടും ബീഡ്സ് കൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യിക്കുകയും ചെയ്ത് പഠിപ്പിക്കുകയും അത് ചെയ്യുവാന് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് കൊച്ചുമ അയർലൻഡിന്റെ ദേശത്ത് നിന്ന് ഞങ്ങൾക്കൊക്കെ കൊച്ചുമയൊന്ന് കാണാനും ഒരു അവസരം കിട്ടി. അതിനോടൊപ്പം തന്നെ കൊച്ചുമ ഞങ്ങൾക്ക് ഇത്രയൊക്കെ സഹായം ചെയ്തു തന്നു, പരിശീലിപ്പിച്ചു. ഞങ്ങളത് വേണ്ട പോലെ ഹാർഡ് വർക്ക് ചെയ്തോളാം. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ച കൊച്ചുമ്മയ്ക്ക് ദിവ്യബോധിനിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം കൊച്ചുമ്മയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഇത് യൂട്യൂബിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റിബൺ എംബ്രോയിഡറി അടിച്ചു കൊടുത്താൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം അവർ ആ വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്യുവല്ലേ. അപ്പം ഈ പറഞ്ഞ ഇതെല്ലാം സിമ്പിൾ സാധനങ്ങളേ ഉള്ളൂ, നമുക്ക് എളുപ്പം പഠിക്കാന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പൊ ഇത്രയൊന്ന് കണ്ട സ്ഥിതിക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പൊ അതൊന്ന് നോക്ക്. റിബൺ എംബ്രോയിഡറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അത് വലിയ ഡിസൈൻ ഒക്കെ ഉണ്ട്, നല്ല വലിയ റിബൺ കൊണ്ട് ചെയ്യാവുന്നത്. അപ്പൊ അത് ഈ 1-2 ബേസിക് സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള വലിയ സൂചി കിട്ടുമോ? അത്ര വലിയ റിബൺ ഇല്ല, ഇത് നമ്മൾ ആ മടക്കി അങ്ങ് കയറ്റിയാൽ മതി. ആ അറ്റം മാത്രം ഒന്ന് മടക്കി കയറ്റിയാൽ മതി, ബാക്കി അങ്ങ് ഇരുന്നോളൂ. പിന്നെ തുണി ഉപയോഗിക്കുന്നത് ആ ഇതേ ഉള്ളു. ചെയർ ബാഗിനൊക്കെ പണ്ട് ക്രോസ് സ്റ്റിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന കണ്ണിയകർന്ന തുണിയില്ലേ, അത് ആ വലിയതിന് നല്ലത്. പക്ഷെ എന്നാലും ഈ റിബണൊക്കെ എനിക്ക് തോന്നി നമ്മുടെ ഒരു നെറ്റ് കോട്ട പോലത്തെ ഒരു സാരിയൊക്കെ വരുന്നില്ലേ ഇപ്പൊ, ഒരു ചെക്ക് വരുന്നത്, ആ സാധനം അതിലൊക്കെ ചെയ്യാൻ നല്ലതാ. കോയിൽ കോട്ടണയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കോയിലും ഈ 1 സെന്റിമീറ്റർ വരെയൊക്കെ ഉള്ള വീതിയുള്ളത് ചെയ്യാൻ പറ്റും. കോയിൽ കോട്ടണെ ചെയ്യാം, അത് ആ സൂറ്റിലൂടെ കാര്യമായിട്ട് ഇറങ്ങിക്കോളും. പക്ഷെ എനിക്കൊന്ന് ഇത് ഞാനൊരു കർച്ചീഫാ എടുത്ത്, അപ്പൊ അവത്തേല് ഇറങ്ങാൻ ഇച്ചിരി പാടല്ലേ, അത് കാണിച്ചു തരായിരുന്നു. സിൽക്ക് സാറ്റിനോട് ആകുമ്പോ ഇതിപ്പോ ഇച്ചിരി കൂടെ ഒരു ഡെക്കറേഷൻ റിബൺ എന്റെ കയ്യിൽ ഇരുന്ന വലുതെന്ന് പറയുന്നത്. അപ്പൊ മറ്റേതാകുമ്പോ ഇച്ചിരി കൂടെ സ്മൂത്ത് ആകുമ്പോ അത് നന്നായിട്ട് അങ്ങ് ഇറങ്ങുകയും ചെയ്യും. ഒത്തിരി വീതി വാങ്ങിക്കല്ലേ, 1 സെന്റിമീറ്റർ അതിൽ ഇച്ചിരും കൂടെ ഉള്ളതൊക്കെ, അതാണ് ഞാൻ വലുതെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. വീഡിയോയിൽ കൂടെ എടുത്ത് നോക്കുവാണെങ്കിൽ നന്നായിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഈ ചെറുത് ചെയ്തതും അതാ വലിയ പൂക്കളായിട്ട് ചെയ്തിട്ട് നടുക്ക് നിറച്ച് ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി മഞ്ഞയോ എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാ അത് കാണാൻ. നമുക്ക് വോൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ ചെയ്ത് വെക്കാവുന്നതാ. അപ്പോൾ ഈ ഉച്ച സമയത്ത് എന്നെ സഹിച്ചിരുന്നതിനും പ്രത്യേകം നന്ദി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു കഴിച്ചിട്ടായിരുന്നേ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതുകൊണ്ട് തീർന്നോ കൊച്ചമ്മേ? ഇതിപ്പോ ഞാൻ ബേസിക് സംഭവം എല്ലാം ഒന്ന് പറഞ്ഞു. ജസ്റ്റ് എനിക്ക് സാധനം അവൈലബിൾ അല്ലാത്തതാണ് ഒരു പ്രശ്നം. പിന്നുള്ളത് ഈ പൂക്കളൊക്കെയാണ്. അത് പക്ഷെ പേപ്പർ അല്ല, നമ്മുടെ സ്റ്റോക്കിങ്സ് വെച്ചിട്ടുള്ള പൂക്കള്. പിന്നെ ഈ സാധനങ്ങളൊക്കെ അതൊന്നല്ല. ഈ റോസ് ഒക്കെ ചെയ്യാൻ നല്ല എളുപ്പം ചെയ്യാം നമുക്ക് ഇതൊക്കെ. കുപ്പിയുടെ അടപ്പ് ഓർക്കിഡ് അത് വരാൻ കൊച്ചുമേ, അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ എളുപ്പം ചെയ്യാം. ഫെബ്രുവരി 8-ാം തീയതി കൊണ്ട് ക്ലാസ് എല്ലാം കഴിയണം. ഓക്കെ അതിന്റെ മുമ്പേ കൊച്ചുമ പറഞ്ഞാ മതി, ഞാൻ ഫ്രീ അല്ലേ. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇവിടെ.
കമ്മലും മാലയുമായിരുന്നു കൊച്ചമ്മ ഏറ്റവും നന്നായിട്ട് ചെയ്തോണ്ടിരുന്നത്. നേരത്തെ അതായിരുന്നു ദിവ്യബോധം എനിക്ക് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ അതും പൂക്കളുമായിരുന്നു. പക്ഷെ അന്നേരം മുത്തൊക്കെ വാങ്ങിക്കാനും അല്ലവേ ഉള്ള ഇത് കൊണ്ട് ഞാനങ്ങ് എനിക്ക് സൈസ് ഒക്കെ കൃത്യം പറഞ്ഞു തന്നാലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാഞ്ഞത്. പിന്നെ എംബ്രോയിഡറി ചെയ്യുമ്പോ എല്ലാവർക്കും സ്വന്തം സാരിയിലൊക്കെ ചെയ്യാമല്ലോ എന്ന് ഞാൻ ഓർത്തു. അന്ന് ചെയ്യുമ്പോൾ മിക്കവാറും മാലയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രയോജനപ്പെടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എംബ്രോയിഡറി ആട്ടെ എന്ന് വിചാരിച്ചത്. റിബൺ ഇപ്പൊ ഒരു ട്രെൻഡ്. അത് നമ്മൾ പഠിച്ചത് നല്ല രസമാണ് ചെയ്യാൻ. കൊറേ ഈ പൂക്കൾ കൊറേ ഇച്ചിരി ബഞ്ചായിട്ട് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴേ റിബൺ എംബ്രോയിഡറി സിമ്പിൾ സ്റ്റിച്ച് ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തത് കണ്ടാൽ ഒന്നുകൂടെ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പൊ ഈ കാണിക്കുന്നതും വീഡിയോ എടുത്ത് അല്ലാതെ യൂട്യൂബിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഇച്ചിരൂടെ ക്ലിയറാ. എനിക്കിപ്പോ ഈ വെട്ടത്തിന്റെ ഇതും കാണിക്കുന്നതിലുള്ള വ്യത്യാസം വരും. അതുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എളുപ്പം. അത് സാരിയിലൊക്കെ ചെയ്യാം. പ്ലെയിൻ സാരിയിലൊക്കെ ചെയ്യാമെങ്കിൽ നല്ല ഭംഗിയാ. ജനുവരിയിൽ ഒരു ക്ലാസ് കൂടെ എന്നാന്നുള്ളത് പറയാം. ഞാൻ പറഞ്ഞാ മതി, പക്ഷെ പറഞ്ഞാ മതി. അത് ഏതാ എന്തോ വേണ്ടിയേ? ഏതാ എല്ലാവർക്കും എന്തോ താല്പര്യം? മാലയാണോ പൂവാണോ? പൂവിന്റെ നല്ലതായിരിക്കും. പൂവിന്റെതായിരുന്നു നല്ലത്. എന്തോ സോക്സ് ആണോ? അതെ അതെ സോക്സാ. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കോട്ടയത്ത് കളത്തിപ്പടി അല്ലല്ലോ, നമ്മുടെ കഞ്ഞിക്കുഴിയിൽ ഒരു പ്രഭു സ്റ്റോഴ്സ് ഉണ്ട്. അവിടെ കിട്ടും ഈ കമ്പിയും. പേര് പ്രഭു സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. ആ ട്രാഫിക് ഐലൻഡ് ഇല്ലേ കഞ്ഞിക്കുഴിയില്ലേ, അങ്ങ് മാകത്താനത്തോട്ടൊക്കെ പോകുന്നതിന്റെ അവിടെ ഉള്ളേ അതിന്റെ തൊട്ടടുത്തായിട്ട് വരും. ആ മണർകാട് റോഡില് രണ്ടാമത്തെ മൂന്നാമത്തെ കടയാ ഈ ട്രാഫിക് ഐലൻഡ് കഴിഞ്ഞിട്ട്. അവിടെ കിട്ടും. പിന്നെ അതിന് മുമ്പ് ഒരു കട പിങ്കി സ്റ്റോഴ്സോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് ആ 2 കടയിലാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത് സാധാരണ. അല്ല ചങ്ങനാശ്ശേരി കിട്ടും. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലേ അവിടെ വാഴൂരൊക്കെ പോകുന്ന റോഡേലെ, ആ റോഡില് കുറച്ചും കൂടി അകത്തോട്ടൊരു വഴിയുണ്ട്. അവിടെ വലിയൊരു കടയുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ എല്ലാ സാധനവും കമ്പിയുടെ എല്ലാ സാധനവും കിട്ടും. ഇതിന്റെ പൂവിന്റെ പിപ്സ് എല്ലാം കിട്ടും. അവിടെ ഈ കൊച്ചു റിബണും കിട്ടുമോ? ആ കടയിലെല്ലാം ഉണ്ട്, റിബണും എല്ലാം ഉണ്ട്. ആ ചങ്ങനാശ്ശേരിയിലെ കടയില്. മറ്റേടത്തും എനിക്ക് തോന്നുന്നു പിങ്കിയിലും എല്ലാം അവിടെ എല്ലാം കിട്ടും. സ്റ്റേഷനറി കിട്ടുന്ന കടകളുണ്ടല്ലോ അവിടെ മിക്കവാറും. ഈ പ്രഭുവില ഞാൻ കോട്ടയത്ത് അങ്ങനെ അധികം കണ്ടിട്ടുള്ളൂ. പിന്നെ പിങ്കി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തെ കടയുണ്ട്. വെളിയിലൊരു റോഡ് സൈഡിൽ ഈ കഞ്ഞിക്കുടിയിലുണ്ട് ഒരെണ്ണം. അതിനകത്തില്ല. അതിനകത്ത് ഈ ജ്വല്ലറി മാത്രമേ കണ്ടു. അവരുടെ തന്നെ ഒരു പഴയ കടയുണ്ട്, ഇച്ചിരി കൂടെ അകത്തോട്ട് കയറിയാൽ മതി. അതിന്റെ സൈഡിൽ കൂടെ തന്നെ അവരോട് ചോദിച്ചാൽ മതി. അപ്പൊ അവിടെ എല്ലാം ഉണ്ട്. ഈ പൂ ഉണ്ടാക്കുന്നതിന്റെ കമ്പി, ഫ്ലവർ ടേപ്പ് എല്ലാ സാധനവും കിട്ടും. പക്ഷെ അല്ലാതെ എങ്ങും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഒത്തിരി കുറവായിരുന്നു. കൊച്ചുമേ ഞങ്ങള് മാവേലിക്കര ജില്ല എന്നുള്ളവരെല്ലാരും കേട്ടോ. ഓക്കെ ഓക്കെ. കോട്ടയത്ത് പോകണം എനിക്ക് മാവേലിക്കരയില്. പക്ഷെ ജുവലറിയുടെ കിട്ടുന്ന അറിയാം. മറ്റേ എനിക്ക് വലിയ പിടിയില്ല. ജുവലറി സ്റ്റാൻഡിലോട്ട് വണ്ടി ഞങ്ങള് ഉണ്ടല്ലോ കായംകുളം ആ സൈഡൊക്കെ എല്ലാരും ചോദിച്ചാ മതി കേട്ടോ. ഫ്ലവറിന്റെ ഓച്ചിറ ഷാജി കിട്ടും. കമ്പിയും അതിന്റെ എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ അവര് തരുമോന്ന് അറിയത്തില്ല. ഈ ഫ്ലവർ ഷോപ്പുകാരുടെ ഈ കമ്പി അല്ലാതെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അവര് നമുക്ക് കുറച്ചായിട്ട് തരുമോന്ന് അറിയത്തില്ല. ഞാൻ ഒരു കടയിൽ നിന്ന് കുറെ ഏറെ വാങ്ങിക്കേണ്ടി വന്നു. ഒരു കമ്പി എടുത്താല് ഞാൻ അത് എന്റെ ഉണ്ട് ഞാൻ കാണിക്കാം. ചിലപ്പോ അവര് 1-2 ഞാൻ കുറച്ച് ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ ഞാൻ ബഞ്ചായിട്ട് എടുക്കേണ്ടി വന്നു അവിടുന്ന്. പത്തനംതിട്ട ഒരു കടയെന്നാ. അത് ഇതിന്റെ തണ്ടുണ്ടല്ലോ, നമ്മുടെ റോസിനൊക്കെ വെക്കുന്ന തണ്ടുണ്ടല്ലോ, ഇച്ചിരി കട്ടിയുള്ള അത്രയായിരുന്നു. അത് അവരുടെ കാണുന്നത്. മറ്റു കടയിൽ അത്രയും ഇല്ല. ഈ നീളമുള്ള കമ്പിയെ കാണത്തുള്ളൂ. കാണിക്കാതെ. ഈ ടൈപ്പ് കമ്പിയാ കൊച്ചമ്മ ഇപ്പം വരും. കമ്പി എടുക്കാൻ പോയാ
ഞാൻ ഇത്രയാണ് കൊച്ചുമേ. ഓക്കെ ഓക്കെ. ഇച്ചിരി കട്ടിയുള്ളതുണ്ട്. ഇതുണ്ട് സിൽവറും. ഓക്കെ ഓക്കെ. ഇതിന്റെ തന്നെ പല കട്ടിയുള്ളത് കിട്ടുവേ. തീരെ കട്ടി കുറഞ്ഞതും ഉണ്ട്, കട്ടി കൂടിയതുമുണ്ട്. പൂവിന് ഇച്ചിരി ഷേപ്പ് നിൽക്കാൻ ഇച്ചിരി കട്ടിയുള്ളത് കിട്ടുവാണെങ്കിൽ അതാ നല്ലത്. തീരെ കട്ടി കുറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വളഞ്ഞു പോകും. ഇതാ അതിന്റെ കമ്പി എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ കളറും കിട്ടും. കൂടുതലും ഗോൾഡും സിൽവറാ കിട്ടുന്നേ. ഇതാണ് നമ്മുടെ റിബൺ എന്ന് പറയുന്നത്, സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സാധനം. ഇത് ഞാൻ ആ പ്രഭു സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചതാ. അത് സോക്സ് ആണോ? സോക്സാ. അപ്പൊ ഇങ്ങനെ എവിടെ കിട്ടും കൊച്ചുമേ? ഇത് ആ പ്രഭുവിലുണ്ട്, ഇതിങ്ങനെ തന്നെ കിട്ടും. ആണോ? സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി, ഫ്ലവർ സോക്സ് എന്ന് പറഞ്ഞാൽ മതി. ഫ്ലവർ സോക്സ് എല്ലാ കളറും കിട്ടും. ഒരു കട്ടായിട്ടായിരിക്കും ചിലയിടത്ത് വരുന്നത്. മനസ്സിലായി. പിന്നെ അതിന്റെ പിപ്സ്, പൂവിന്റെ നടുക്കത്തെ ആ സാധനം. ഇത് ആ ചങ്ങനാശ്ശേരിയിൽ എപ്പോഴേലും പോവാണെങ്കിൽ നല്ലത്. ആ കടയില് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ആ കട ഫുൾ ഇത് തന്നെ ഒരു വലിയ കട മുഴുവൻ. പേര് പക്ഷെ ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് ആ ബില്ലില് പേരുണ്ടായിരുന്നു, പക്ഷെ അത് നാട്ടിലായി. ആ ചങ്ങനാശ്ശേരി നമ്മുടെ വാഴൂർ റൂട്ട് പോകുന്നിടത്തെ ആ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവിടെ ഇല്ലേ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രയും വരെ പോണ്ട, അവിടുന്ന് അകത്തോട്ടൊരു ഇടതുവശത്ത് അകത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലാ. ഞാനിങ്ങനെ ചോദിച്ചു പറഞ്ഞു പോയതാ എനിക്ക്. പക്ഷെ അതുകൊണ്ട് ഞാൻ പേരും അത്ര കാര്യമായിട്ട് നോക്കിയില്ല. ഒരിക്കൽ പോയപ്പം എന്റെ പേര് മറന്നുപോയി. പക്ഷെ അത് ഇതിന്റെ മാത്രം കടയാ, ഈ ഫ്ലവർ മേക്കിംഗ് മെറ്റീരിയൽസിന്റെ മാത്രം കടയാ. കൊച്ചുമ്മയ്ക്ക് പേര് കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു തന്നാ. ഞാനൊന്ന് നോക്കട്ടെ. ഞാനവിടെ ജനുവരി നമുക്കൊരു ക്ലാസ്. ഓക്കെ. പിന്നെ നമുക്ക് കൊച്ചമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിറ്റിങ്ങിന്റെ പരിപാടി, ഇത് ഈസിയാ ചെയ്യാന്. ഞാൻ ഇവിടെ വന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇത് യൂട്യൂബിൽ പഠിക്കാവുന്നതാണ്. തൊപ്പി ഉണ്ടാക്കാം, കമ്പിളി നൂലല്ലേ പരിപാടി, സ്റ്റോളോ ഇതില്ലേ, സ്കാർഫൊക്കെ. ഞാൻ കൊച്ചമ്മ കഴിഞ്ഞ ദിവസത്തിനോട് ചോദിച്ചായിരുന്നു, പക്ഷെ ഞാൻ അത് എല്ലാവർക്കും സാധനം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോ അത് എടുക്കാൻ. ഇപ്പൊ ഇനി കിട്ടുമോ എന്നുള്ള ഇത് കൊണ്ടാ ഞാനേ പിന്നെ പറയാഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് എളുപ്പമാ പഠിക്കാൻ. അതിന്റെ ഒരു സ്റ്റിച്ച് വളരെ എളുപ്പമാ. ഞാൻ ആ ഒറ്റ ബേസിക് സ്റ്റിച്ച് വെച്ച് ഇത് ഫുള്ള് ചെയ്തത്. പല കളർ മാറ്റി മാറ്റി എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു സംഭവം ഇത് എളുപ്പമാ ചെയ്യാൻ. അതെ അതെ അതെ, അത് തന്നെ. അതിന്റെ ആ സ്റ്റിക്കും കൂടെ ഉണ്ട് മതി. നീഡിലും കൂടെ, നിറ്റിംഗ് നീഡിലും കൂടെ കിട്ടിയാ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. കാണും. ഇനി ആന്റി അത് എവിടെ നിന്ന് വാങ്ങിച്ചാ? നമ്മള് ജനതാ ജെയിംസിന് മേടിച്ച ഈ പിള്ളേര് ഇതുണ്ടാക്കിയല്ലോ, ഇല്ല നമ്മളെ ഡ്രീം കാച്ച് പറഞ്ഞുണ്ടാക്കിയില്ലേ ഇങ്ങനെ. ഡ്രീം കാച്ച്. ഓക്കെ ഓക്കെ. സ്കെയിലൂടെ ഞാൻ കാണിക്കാനേ. ഇതുണ്ടാക്കിയല്ലോ. ഇതല്ലേ ഒരു സമയത്ത് ഇതെല്ലാം പിള്ളേരുണ്ടാക്കിയില്ലേ? ഓക്കെ ഓക്കെ. വണ്ടിയിലൊക്കെ ഇടാന് അതിനു വേണ്ടി മേടിച്ചാ. അപ്പൊ ഇതും കാണും ഇവിടെ. ഇതാ അതിന്റെ നിറ്റിംഗ് നീഡിൽ സാധനം. ആണോ? ഇതിന്റെ തന്നെ പല വലുപ്പമോ പല ഇതുണ്ട്. ഇതിപ്പം 4 മില്ലിമീറ്ററിന്റെ അങ്ങനെ പലതുണ്ട്. അപ്പൊ അത് നോക്കിയെടുത്താൽ മതി. ഒരേപോലത്തെ സെറ്റായിട്ടേ വരത്തുള്ളൂ എന്തായാലും. ചോദിക്കാൻ പറ്റുമോ? ഇത് 4 മില്ലിമീറ്റർ അകത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിന്റെ വലുതും ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇച്ചിരി കണ്ണി ഇതായിട്ട് നല്ലതായിട്ട് ചെയ്യാം. ഇത് ഞാൻ ഈ സാധനം വെച്ച് ചെയ്താ. ഏതാന്ന് പറഞ്ഞാ മതി, ഞാൻ റെഡിയാക്കാം ജനുവരിയില്. ഏതാ എല്ലാവർക്കും താല്പര്യം? ഏതാ? ഞങ്ങളെ ആലോചിച്ചിട്ട് പറയാൻ കൊച്ചു. പറഞ്ഞാ മതി. രണ്ടെണ്ണം എനിക്കൊന്ന് ഏതെങ്കിലും രണ്ടെണ്ണം പറ്റുമായിരിക്കും. എത്ര സമയമില്ലേ? നമുക്ക് ജനുവരി നമുക്കൊരു ക്ലാസ് പറഞ്ഞാ മതി.
താങ്ക് യു. എല്ലാവരോടും ഉള്ള നന്ദി പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എൻഡ് ചെയ്യാം. എല്ലാവർക്കും അവിടെ ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് ആയതേ ഉള്ളൂ. ശരി അപ്പൊ. ഓക്കെ.